सबसे पहले मैं हनुमान जी के चरणों में वंदना करना चाहता हूं। हनुमान जी के आशीर्वाद से आज मैं आप सब लोगों के बीच में हूं। सबसे पहले मैं हनुमान जी के चरणों में वंदना करना चाहता हूं। हनुमान जी के आशीर्वाद से आज मैं आप सब लोगों के बीच में हूं। मैं आप सब लोगों का शुक्रिया अदा करना चाहता हूं। देश भर के करोड़ों लोगों ने अपनी दुआएं, अपना आशीर्वाद मुझे। മാർച്ച് 21 രാത്രി ദില്ലി മുഖ്യമന്ത്രി അറസ്റ്റിലാകുന്നു. പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച 5-ാം ദിവസം ഇഡിയുടെ രാഷ്ട്രീയ വേട്ടയെന്ന പ്രതിഷേധമുയർത്തി പ്രതിപക്ഷം. ഒന്നിനും തന്നെ ജയിലിൽ പൂട്ടിയിടാൻ സാധിക്കില്ലെന്ന് കേജ്രിവാൾ. പൂട്ടിയിട്ടു 50 ദിവസം. ഇന്ന് ഇടക്കാല ജാമ്യം തെരഞ്ഞെടുപ്പ് മുൻനിർത്തിയാണ്. പുറത്തിറങ്ങുന്ന കേജ്രിവാൾ കൂടുതൽ ശക്തനാണ്. കേന്ദ്ര സർക്കാരിനെതിരെ രാഷ്ട്രീയ വേദിയിൽ ആഞ്ഞടിക്കാൻ ശക്തിയാർജിച്ചവൻ. ഡൽഹിയിലും പഞ്ചാബിലും രാഷ്ട്രീയ അടിത്തറയുള്ള നേതാവ്. ജൂൺ 2-ന് ജയിലിലേക്ക് മടങ്ങും മുൻപ് കേജ്രിവാളിന് സാധ്യമാകുന്നത് എന്തെല്ലാമെന്ന് രാഷ്ട്രീയാകാംക്ഷയാണ്. ഇഡിക്കും മോദിക്കും തിരിച്ചടിയോ? കരുത്തനായോ കേജ്രിവാൾ? ഇന്ത്യൻ രാഷ്ട്രീയം കാത്തിരിക്കുന്നതെന്ത്? ഏകാധിപത്യത്തിനെതിരായ വിധിയോ? ഈ ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് വിശദമായ ചർച്ചയ്ക്ക് മുന്നോട്ട് വെക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ ചേരും. കോൺഗ്രസിൽ നിന്ന് ഡോക്ടർ ജിൻഡോ ജോൺ, ബിജെപിയിൽ നിന്ന് അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്, സിപിഎമ്മിൽ നിന്ന് ശ്രീ എം പ്രകാശ് മാസ്റ്റർ. തിഹാർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന അരവിന്ദ് കെജ്രിവാളിനെ സ്വീകരിക്കാൻ ആം ആദ്മി വലിയ സന്നാഹമാണ് ഒരുക്കിയത്. ഒരു ധീര നേതാവിനെ വരവേൽക്കാൻ പാർട്ടി അതിന്റെ സംഘടനാ സംവിധാനം മുഴുവൻ ഉപയോഗിച്ചിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കുകയാണ്. ഡൽഹിയിൽ, പഞ്ചാബിലൊക്കെ രാഷ്ട്രീയമായി വലിയ ചലനം സൃഷ്ടിക്കാൻ ആം ആദ്മി ഒരുങ്ങുന്നതിന്റെ ലക്ഷണങ്ങൾ തിഹാർ ജയിലിന് മുന്നിലെ സ്വീകരണ വേദിയിൽ നമുക്ക് കാണാം. അരവിന്ദ് കെജ്രിവാളിന്റെ ഓരോ വാക്കുകൾക്കും ഉയരുന്ന ജയ്വിളികളോടെയാണ് അവർ അദ്ദേഹത്തെ സ്വീകരിക്കുകയും ചെയ്തത്. അർജുൻ പിതാമരൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, വലിയൊരു തിരിച്ചുവരവ് ആം ആദ്മി പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന്റെ സൂചനകളാണ് ഇപ്പോൾ ഈ സ്വീകരണ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത്. നാളെ അരവിന്ദ് കെജ്രിവാളിന്റെ വാർത്താ സമ്മേളനം പാർട്ടി ഓഫീസിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. വലിയ ഉപാധികളുണ്ട് അദ്ദേഹത്തിന് മുന്നിൽ. ഈ കേസിനെ പറ്റി ഒന്നും സംസാരിക്കരുത് എന്നതടക്കം. എന്താണ് ആപ്പിന്റെ അടുത്ത ലക്ഷ്യം? മാധവ്, ഒരു വീരപുരുഷന്, ഒരു ധീര നേതാവിന് എങ്ങനെ സ്വീകരണം നൽകാൻ പറ്റുമോ ആ രീതിയിൽ തന്നെയാണ് ആം ആദ്മി പ്രവർത്തകർ അദ്ദേഹത്തെ ജയിലിന് പുറത്ത് വെച്ച് സ്വീകരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യ വാക്കുകൾ എന്ന് പറയുന്നത് തന്നെ തീർച്ചയായിട്ടും സുപ്രീം കോടതിക്കും പ്രവർത്തകർക്കും അദ്ദേഹം നന്ദി പറയുന്നു. ഒപ്പം തന്നെ സ്വേച്ഛാധിപത്യത്തെ ഈ രാജ്യത്ത് നിന്നും തുടച്ചു നീക്കാൻ വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ പോരാട്ടം തുടരും. അതിനുവേണ്ടി നിങ്ങൾ ഓരോരുത്തരും എനിക്കൊപ്പം നിൽക്കണം എന്നുള്ള കാര്യം പറയുന്നു. ഒപ്പം നാളെ വാർത്താ സമ്മേളനം വിളിക്കുന്ന കാര്യം ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നു. എന്തായാലും ഈ ഡൽഹിയിലും പഞ്ചാബിലും ഹരിയാനയിലും വലിയ തേരോട്ടമുള്ള ഒരു പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള ആം ആദ്മി പാർട്ടിയുടെയും അതുപോലെ ഹരിയാനയിലെ ഇന്ത്യ സഖ്യത്തിൻ്റെയും തിരഞ്ഞെടുപ്പ് പ്രചാരണം ഏത് രീതിയിൽ വേണമെന്നുള്ള കാര്യം ആലോചിക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ പ്രഖ്യാപനങ്ങൾ, തീരുമാനങ്ങളായിരിക്കും എന്തായാലും നാളത്തെ പത്രസമ്മേളനത്തിൽ നമ്മൾ ഏറ്റവും അധികം ഉറ്റുനോക്കുന്നത്. കാരണം നിലവിലെ പ്രചാരണ തന്ത്രങ്ങളെല്ലാം തന്നെ മാറ്റി എഴുതി ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു എനർജി ഉള്ള ഒരു പ്രചാരണ രംഗം തന്നെയായിരിക്കും, അല്ലെങ്കിൽ പ്രചാരണ രീതി തന്നെയായിരിക്കും അരവിന്ദ് കെജ്രിവാളിൻ്റെ നേതൃത്വത്തിൽ ഇനി കാണാൻ വേണ്ടി പോകുന്നത്. കാരണം ചരിത്രമെടുത്ത് കഴിഞ്ഞാൽ അദ്ദേഹം നടത്തിയിരിക്കുന്ന ഓരോ സമരങ്ങളും അത്തരത്തിലുള്ളതായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും ഇനി നാളെയുള്ള പ്രഖ്യാപനങ്ങളായിട്ട് ഉണ്ടാകാൻ പോകുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവന പൊതുയോഗങ്ങളിൽ പാടില്ല എന്നുള്ള കാര്യം മാത്രമാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. നിലവിൽ നമുക്കറിയാം, പ്രചാരണങ്ങളിൽ പങ്കെടുക്കാം, തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകാം എന്ന ഒരു കാര്യം മുന്നോട്ട് വെച്ച് തന്നെയാണ് ഈ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ, പഞ്ചാബിൽ ഒക്കെ, ഗുജറാത്തിലടക്കം മത്സരിക്കുന്നുണ്ട് ആം ആദ്മി പാർട്ടി. വലിയ തോതിൽ രാഷ്ട്രീയമായി കേന്ദ്ര സർക്കാരിനെതിരെ ഒരു രക്തസാക്ഷി പരിവേഷത്തിൽ നിന്നുകൊണ്ട് ആഞ്ഞടിക്കാൻ കഴിയും അരവിന്ദ് കെജ്രിവാളിന്. തീർച്ചയായിട്ടും ഈ ഒരു സംഭവത്തിൽ അദ്ദേഹത്തിൻ്റെ വാചാലതയെക്കാട്ടിലും മൗനം കൂടുതൽ ശക്തമായി തന്നെ പ്രതികരിക്കുമെന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ മൗനത്തിലും, ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ മൗനത്തിന് അത്രത്തോളം ശക്തി ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് പ്രവർത്തകരെ സംബന്ധിച്ച് അവർ ഉൾക്കൊണ്ടിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, പ്രതിപക്ഷം ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ദുരുപയോഗം പലതവണ തുറന്നു പറഞ്ഞൊരു കാര്യമാണ്. അതിൽ
തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം അവർ പരാതി നൽകിയിരുന്നു, കത്ത് നൽകിയിരുന്നു. ആ കാര്യം എന്തായാലും അവർ ഉന്നയിക്കും. ഇത് ആം ആദ്മി പാർട്ടിയുടെയോ മദ്യ അഴിമതി കേസിൻ്റെയോ മാത്രം കാര്യമില്ല. ജാർഖണ്ഡിലെ JAM-ന്റെ ആയാലും ഹേമന്ത് സോറന്റെ ആയാലും അവിടെയെല്ലാം തന്നെ കൽപ്പന സോറൻ നടത്തിയിട്ടുള്ള പ്രചരണങ്ങൾ, ഡൽഹിയിലടക്കം അവർ വന്ന് നടത്തിയിട്ടുള്ള ഇന്ത്യ സഖ്യത്തിനൊപ്പം ചേർന്ന് നിന്നുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ സമരങ്ങളെല്ലാം തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു കാര്യം വലിയ രീതിയിൽ ആം ആദ്മി പാർട്ടിയും ഇന്ത്യ സഖ്യവും BJPക്കെതിരെ ഉപയോഗിക്കുമെന്നുള്ള കാര്യം വ്യക്തമാണ്. പ്രത്യേകിച്ചും തിരഞ്ഞെടുപ്പ് പ്രചാരണ അതിൽ അകറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുന്നത് എന്നുള്ളൊരു പരോക്ഷ വിമർശനം കേന്ദ്ര സർക്കാരിനെതിരെ ഉന്നയിച്ചിരുന്നു. ആ ഒരു ഘട്ടത്തിലാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ തന്നെ പങ്കെടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന് സുപ്രീം കോടതി ജാമ്യം നൽകിയിരിക്കുന്നത്, ഇടക്കാല ജാമ്യം ആണെങ്കിൽ പോലും. ആ ഒരു കാര്യം തന്നെ ആം ആദ്മി പാർട്ടിയെയും പ്രതിപക്ഷ സഖ്യത്തെയും സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസം, വലിയൊരു മേൽക്കൈ പ്രചാരണ രംഗത്തിൽ ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ചും പഞ്ചാബിലും ഹരിയാനയിലും ഡൽഹിയിൽ നൽകുന്നു. ഒപ്പം തന്നെ ഹരിയാനയിലെ സംസ്ഥാന രാഷ്ട്രീയത്തിലെ സംഭവ വികാസങ്ങൾ, അവിടുത്തെ പ്രശ്നങ്ങൾ, അതെല്ലാം തന്നെ വലിയൊരു മേൽക്കൈ നൽകുന്നത് ഇന്ത്യ സഖ്യത്തിനാണ് എന്നുള്ള കാര്യം തന്നെയാണ്. അതെല്ലാം ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള ഒരു പ്രചാരണ തന്ത്രങ്ങൾ തന്നെയായിരിക്കും അരവിന്ദ് കെജ്രിവാൾ നടത്താൻ പോകുന്നത്. തീർച്ചയായിട്ടും അരവിന്ദ് കെജ്രിവാൾ പുറത്തിറങ്ങുന്നതോടുകൂടി അവിടെ മാറി മറയാൻ പോകുന്നത് അല്ലെങ്കിൽ ശരി അർജുൻ, എന്തായാലും തിഹാർ ജയിലിന് മുന്നിൽ നിന്നാണ് അർജുൻ പീതാംബരൻ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരു ധീര നേതാവിനെ, വീരപുരുഷനെ എങ്ങനെ സ്വീകരണം നൽകണമോ അങ്ങനെയാണ് ആം ആദ്മിയുടെ അണികൾ അരവിന്ദ് കെജ്രിവാളിനെ വരവേറ്റത്. ഡോക്ടർ ജിൻഡോ ജോൺ, BJPയുടെ കൈവെള്ളയിലുള്ള അവരുടെ രാഷ്ട്രീയ ആയുധമായ പ്രതിപക്ഷം ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പരിഹസിച്ച ED അന്യായമായി അറസ്റ്റ് ചെയ്തു അരവിന്ദ് കെജ്രിവാളിനെ എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ഏറ്റവും വലിയ ആയുധം ഇക്കാര്യത്തിൽ. പുറത്തു വന്നിരിക്കുന്ന അരവിന്ദ് കെജ്രിവാൾ പ്രതിപക്ഷത്തിന് എത്രത്തോളം വലിയ മുതൽക്കൂട്ടാണ്, എത്രത്തോളം ശക്തനാണ് അദ്ദേഹം? തീർച്ചയായിട്ടും മാധു, ജയിലിനകത്തേക്ക് പോയ അരവിന്ദ് കെജ്രിവാളിനേക്കാൾ ഒരുപാട് ഇരട്ടി ശക്തനായിട്ടുള്ള നേതാവായിട്ടാണ് ഇന്ത്യ മുന്നണിയിലേക്ക്, ഇന്ത്യയിലെ ഈ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് അരവിന്ദ് കെജ്രിവാൾ തീഹാർ ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അത് മറ്റാരേക്കാളും കൃത്യമായിട്ട് തിരിച്ചറിവ് BJPക്ക് ഉള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജാമ്യത്തെ എതിർക്കാൻ വേണ്ടി പരമാവധി എല്ലാ ശ്രമങ്ങളും എടുത്തത്. പക്ഷേ ഈ രാജ്യത്തെ സുപ്രീം കോടതി, നീതിന്യായ വ്യവസ്ഥയിലുള്ള ഈ രാജ്യത്തെ പൗരന്മാരുടെ അങ്ങേയറ്റത്തെ വിശ്വാസത്തെ മാനിച്ചുകൊണ്ട് ഇന്ന് വിധി പറയുകയും അരവിന്ദ് കെജ്രിവാളിന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ പങ്കെടുക്കാനും പ്രചരണത്തിന് നേതൃത്വം കൊടുക്കാനുമുള്ള അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു കൊടുത്തുകൊണ്ടാണ് ജാമ്യം കൊടുക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് തൊട്ട് ഇങ്ങോട്ട് ഓരോ കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ, ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ടിനുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധി ആയിക്കോട്ടെ, അതിനുശേഷം കെജ്രിവാളിൻ്റെ അറസ്റ്റ് ആയിക്കൊള്ളട്ടെ, കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റ് അതിൽ നിന്ന് മോദിയുടെ മുഖം ചിത്രം എടുത്ത് മാറ്റുന്നതായിക്കോട്ടെ, പ്രജ്വൽ രേവണ്ണയുടെ വിഷയമായിക്കോട്ടെ, ഓരോ വിഷയങ്ങളും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഓരോന്നും BJPയുടെ അധികാരത്തിൽ നിന്ന് പുറത്തേക്കുള്ള വഴിയിലേക്കുള്ള നാഴികക്കല്ലായിട്ട് മാറുന്ന വിഷയങ്ങളാണ് നമ്മൾ കാണുന്നത്. നേരെ തിരിച്ച് ഇപ്പുറത്ത് കഴിഞ്ഞ 10 വർഷക്കാലം നരേന്ദ്രമോദിയോട് നേരിട്ട് ഏറ്റുമുട്ടുമ്പോഴൊക്കെ പരാജിതനാകുന്ന അല്ലെങ്കിൽ പരാജയപ്പെട്ട പാർട്ടിയായ കോൺഗ്രസിൻ്റെ എപ്പോഴും വലിയ രീതിയിൽ ആക്ഷേപങ്ങൾ നേരിട്ടിട്ടുള്ള നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി. പക്ഷേ ഇന്ന് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷ കൊടുക്കുന്ന വാക്കായിട്ട് ഉയർന്നു കേൾക്കുന്ന രാഹുൽ ഗാന്ധിയുടെ വാക്കുകളാണ്. ഇന്ന് രാഹുൽ ഗാന്ധി പറയുകയാണ്, ഒരു ഭയവുമില്ലാതെ, അർദ്ധശങ്കയ്ക്കിടയില്ലാതെ പറയുകയാണ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് നരേന്ദ്രമോദി ഇനി ഒരിക്കലും കടന്നു വരില്ല എന്ന് പറയുമ്പോൾ അത് ഈ രാജ്യത്തെ മുഴുവൻ ആളുകളും സാഗൂതം കേട്ടിരിക്കുന്നു. അതിൻ്റെ അർത്ഥം നരേന്ദ്രമോദി വലിയ രീതിയിലുള്ള ഭയപ്പാടിൽ അദ്ദേഹത്തിൻ്റെ വായിൽ തോന്നുന്നത് മുഴുവൻ വിളിച്ചു പറയുന്ന രീതിയിലേക്ക് ഇന്ത്യയുടെ ചരിത്രത്തിൽ RSSന്റെ പോലും പ്രഖ്യാപിത നേതാക്കന്മാർ പോലും ഇത്രത്തോളം വിഷലിപ്തമായിട്ടുള്ള വാക്കുകൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് സംശയം ഉന്നയിക്കുന്ന അത്രത്തോളം മോശപ്പെട്ട പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, അത്രത്തോളം വർഗീയ വിദ്വേഷം വിളമ്പിക്കൊണ്ട് നരേന്ദ്രമോദി പ്രസംഗിക്കുന്നത് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ കണ്ടു. എന്തൊക്കെ ആക്ഷേപങ്ങളാണ്! ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലും മതാടിസ്ഥാനത്തിൽ ആളുകളെ തീരുമാനിക്കുമെന്ന് പറയുന്ന രീതിയിൽ രാഹുൽ ഗാന്ധി ഉണ്ടാക്കുന്ന മട്ടൻ കറിയെക്കുറിച്ച് പ്രസംഗിക്കുന്നു, ഹനുമാൻ ചാലിസയെക്കുറിച്ച് പ്രസംഗിക്കുന്നു, കൂടുതൽ മക്കൾ ഉണ്ടാക്കുന്നവർക്ക് രാജ്യത്തിൻ്റെ സമ്പത്ത് കിട്ടുമെന്ന് പറയുന്നു, രാജ്യത്തെ സ്ത്രീകളുടെ കെട്ടുതാലി പണയം വെച്ചിട്ട് അതെടുത്തുകൊണ്ടുപോയി സാമ്പത്തിക ഇക്വാളിറ്റി കൊണ്ടുവരാൻ കോൺഗ്രസ് ശ്രമിക്കും എന്നൊക്കെ പറയും. ഇത്തരത്തിലുള്ള കള്ളവും നുണയും പറഞ്ഞുകൊണ്ട് വർഗീയ വിദ്വേഷം വിളമ്പിക്കൊണ്ട് നരേന്ദ്രമോദി പ്രസംഗിക്കുമ്പോൾ നേരെ തിരിച്ച് ഇപ്പുറത്ത് ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാർ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയൊക്കെ ആത്മവിശ്വാസത്തിന്റെ പരകോടിയിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന നമ്മൾ കാണുന്നില്ലേ? ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, BJP അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സാഹചര്യമാണ്. അത് ദേശീയ മാധ്യമങ്ങൾ, പല ദേശീയ മാധ്യമങ്ങളും മോദിയുടെ സ്തുതിപാഠകരായിരുന്ന ദേശീയ മാധ്യമങ്ങൾ പോലും മോദിക്കും BJPക്കും എതിരായിട്ടുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ പോലും ധൈര്യം കാണിക്കുന്ന സാഹചര്യത്തിലേക്ക് മാറുന്നു. അതിൽ നിന്ന് അവർക്ക് അറിയാം, ഈ
എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ അവരുടെ ചേംബറിലുണ്ടല്ലോ. പ്രസിദ്ധീകരിച്ചിട്ടില്ലെങ്കിലും അവർക്കറിയാം ആളുകളുടെ വികാരം എന്താണെന്ന് കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ടായിരിക്കാം അത്തരം മാധ്യമങ്ങൾക്ക് പോലും അവരുടെ അഭിപ്രായങ്ങളിൽ അവരുടെ പ്രവർത്തനത്തിലൊക്കെ മാറ്റം വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇനിയിപ്പോൾ ഹരിയാനയിലെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട കാര്യത്തിലായാലും ഓരോ ഘട്ടത്തിലും BJPയുടെ ആത്മവിശ്വാസം തകരുന്ന കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കോൺഗ്രസിന്റെയും ഇന്ത്യ മുന്നണിയുടെയും അവസാനത്തെ ഒരു നടപടിയായിട്ടാണ് കോടതിയിൽ നിന്ന് വന്ന ഈ ഉത്തരവിനെ പ്രതിപക്ഷം കാണുന്നത്. ശ്രീ ശങ്കുട്ടിദാസ്, അങ്ങേക്കെന്നെ കേൾക്കാമോ? തീർച്ചയായും. ശ്രീ ശങ്കുട്ടിദാസ്, തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഇടക്കാല ജാമ്യം കിട്ടിയിരിക്കുന്നു അരവിന്ദ് കെജ്രിവാളിന്, ആം ആദ്മി പാർട്ടിയുടെ സമുന്നതനായ നേതാവിന്. പ്രതിപക്ഷം വലിയ പ്രതീക്ഷയിലാണ്. ഇന്ന് രാഹുൽ ഗാന്ധി പറയുന്നു ഇനി മോദി ഇല്ല, അർത്ഥസംഖ്യക്കിടയില്ലാത്ത വണ്ണം പറയുന്നു ഇനി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മോദി എത്തില്ല എന്ന്. ഇത് ഇഡിക്കും മോദിക്കുമേറ്റ തിരിച്ചടിയാണോ ഇത്? ശ്രീ ശങ്കുട്ടിദാസ്, ഇത് ഏകാധിപത്യത്തിനെതിരായ പോരാട്ടത്തിന് ശക്തി പകരുന്ന വിധി എന്നാണ് ആം ആദ്മി അതിനെ വിശദീകരിക്കുന്നത്. അങ്ങേക്ക് കേൾക്കാമോ? ശ്രീ ശങ്കുട്ടിദാസ്, അങ്ങേക്ക് കേൾക്കാമോ? ഓക്കെ, അതിലൊരു സാങ്കേതിക പ്രശ്നമുണ്ട്. ഞാൻ പെട്ടെന്ന് അങ്ങേലേക്ക് തിരികെ വരാം. ശ്രീ പ്രകാശൻ മാസ്റ്റർ, പ്രതിപക്ഷ ചേരിയുടെ വോട്ട് ബാങ്കിനെ ഒക്കെ വലിയ തോതിൽ പ്രധാനമന്ത്രി കടന്നാക്രമിക്കുന്നുണ്ട് ഈ ദിവസങ്ങളിൽ. മിഷൻ 400 പോയിട്ട് കേവല ഭൂരിപക്ഷം കടക്കില്ല എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആത്മവിശ്വാസം. BJPയുടെ കുത്തക വോട്ട് ബാങ്കുകളിൽ BJPക്ക് 100% സീറ്റുകളും എഴുതി കൊടുത്തിരുന്ന സംസ്ഥാനങ്ങളിലൊക്കെ തിരിച്ചടിയുണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷ. അരവിന്ദ് കെജ്രിവാൾ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തേക്ക് എത്തുമ്പോൾ പ്രതിപക്ഷത്തിന്റെ ആത്മവിശ്വാസത്തിന് അത് എത്രത്തോളം മാറ്റുകൂട്ടുന്നുണ്ട്? ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെടുന്ന സന്ദർഭത്തിൽ നിന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ കാലാവസ്ഥ എത്രമാത്രം ഗൗരവത്തിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഇന്ത്യൻ രാഷ്ട്രീയം പരിശോധിക്കുന്ന ഏതൊരാൾക്കും കാണാൻ വേണ്ടി കഴിയും. ഇപ്പോൾ അഴിമതിക്കെതിരായ കുരിശുയുദ്ധമാണ് താൻ സംഘടിപ്പിക്കുന്നത് എന്ന നിലക്കായിരുന്നല്ലോ ഇക്കാലം അത്രയുമുള്ള മോഡിയുടെ പ്രചാരണം. പക്ഷേ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരൻ നരേന്ദ്രമോദിയും അതുപോലെ അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റുമാണ് എന്ന് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് വന്ന വിധിയിലൂടെ കൃത്യമായിട്ട് വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. 7000-ലേറെ കോടി ഉറുപ്പിക ED അടക്കമുള്ള CBI അടക്കമുള്ള സ്ഥാപനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ ഭീഷണിപ്പെടുത്തി പണം കൈക്കലാക്കിയിരിക്കുന്നു എന്നാണല്ലോ വന്നിരിക്കുന്ന വിവരം. എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ ജനങ്ങളുടെ ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള കോവിഡ് വാക്സിൻ അതിന് ഈ രാജ്യത്ത് വിതരണാനുമതി കൊടുക്കുന്നതിന് വേണ്ടി പോലും കോടികൾ നരേന്ദ്രമോദി കൈപ്പറ്റിയിരിക്കുന്നു. ആ നിലയ്ക്ക് ഇന്ത്യയിലെ ജനങ്ങളെ കൊലക്ക് കൊടുക്കുന്ന ഒരു പണിയാണ് നരേന്ദ്രമോദി ഗവൺമെൻറ് ചെയ്തിരിക്കുന്നത് എന്ന കാര്യം വന്നത് ഇലക്ഷൻ പ്രഖ്യാപനത്തിന് ശേഷമാണ്. രാജ്യത്തെമ്പാടുമുള്ള ഓൺലൈൻ മാധ്യമങ്ങളെ അവയെ കൂച്ചുവിലങ്ങിടുന്നതിന് വേണ്ടിയിട്ട് ഒരു നിയമം തന്നെ ഉത്തരവായിട്ട് പുറത്തിറക്കി നരേന്ദ്രമോദി. സുപ്രീം കോടതി ആ നിയമത്തെ വലിച്ചെറിഞ്ഞു. ഇപ്പോഴിതാ തെരഞ്ഞെടുപ്പിനിടയിലാണല്ലോ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. ഇന്നത്തെ കോടതി വിധിയിൽ വളരെ വ്യക്തമായ നിലക്ക് കോടതി ചോദിച്ചിരിക്കുന്നത് എന്താ? 2022 തന്നെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു കേസിൽ ഇത്രയും കാലം എന്തുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തില്ല എന്ന് വിധിന്യായത്തിനകത്ത് ജഡ്ജിമാർ ചോദിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് കോടതി പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? കോടതി പറഞ്ഞിരിക്കുന്നത് more importantly, legality and validity of the arrest itself is under challenge before this court and we are yet to finally pronounce on the same. അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് തന്നെ നിയമവിരുദ്ധമാണ് എന്നുള്ള വിഷയം ഞങ്ങളുടെ മുമ്പിലുണ്ട്. ഞങ്ങൾ ആ വിഷയം സംബന്ധിച്ചിടത്തോളമുള്ള കാര്യം പറയാനിരിക്കുകയാണ്. ഇത് സുപ്രീം കോടതി വേർഡിറ്റിനകത്തുള്ള കാര്യമാണ്. അപ്പോൾ എത്ര നിർലജ്ജമായിട്ടാണ് ഇവിടെ നരേന്ദ്രമോദി ഗവൺമെൻറ് ഇന്ത്യയിലെ ഭരണഘടനാ സ്ഥാപനങ്ങളെ ED, അതുപോലെ ഇലക്ഷൻ കമ്മീഷൻ, അതുപോലെ CBI ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളെ തങ്ങളുടെ രാഷ്ട്രീയ ചട്ടുകങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് എന്ന ഇന്ത്യയിലുള്ള CPMൻ്റെ ഇന്ത്യ സഖ്യത്തിൻ്റെ ആക്ഷേപം 100% ശരിയാണെന്ന് തെളിയിക്കുന്നതാണ് ഈ വിധിന്യായം. നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും. ഇവിടെ ഈ കഴിഞ്ഞ 10 കൊല്ലക്കാലം പരിശോധിക്കുമ്പോൾ രാജ്യത്ത് നടന്നിരിക്കുന്ന അറസ്റ്റുകൾ, അതുപോലെ തന്നെ CBI എടുത്തിരിക്കുന്ന കേസുകൾ 97% പ്രതിപക്ഷത്തെ വേട്ടയാടാനാണ്, BJP ഇതര ഗവൺമെൻറ്റുകളെ അസ്ഥിരീകരിക്കാനാണ്, BJP ഇതര നേതാക്കന്മാരെ അവരെ പൂർണ്ണമായിട്ടും ഈ പറഞ്ഞതുപോലെ കേസ് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും 2022 വരെ 121 റെയ്ഡുകൾ നടന്നതിൽ 115 റെയ്ഡുകൾ പ്രതിപക്ഷത്തെ വേട്ടയാടാൻ വേണ്ടിയിട്ടാണ്. എന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് ആരംഭിച്ച സ്വീകരിക്കുന്ന നിലപാടെന്താ?
ഇപ്പോൾ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെവിടെയും ഇല്ലാത്ത രൂപത്തിൽ തൻ്റെ രാജ്യത്ത് ജീവിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളെ എത്ര ഹീനമായിട്ടാണ് പ്രധാനമന്ത്രി ആക്രമിക്കുന്നത്. മുസ്ലിങ്ങൾ അവരുടെ കയ്യിലാണ് സമ്പത്തുള്ളത് എന്ന് മുസ്ലിങ്ങളുടെ കൂടി പ്രധാനമന്ത്രിയാണല്ലോ നരേന്ദ്രമോദി. അദ്ദേഹം പറയാണ് ഇന്ത്യയിലുള്ള ഹിന്ദുക്കളുടെ ആകെ തന്നെ സ്വത്ത് അവയെല്ലാം തന്നെ എടുത്തിട്ട് മുസ്ലിങ്ങൾക്ക് കൊടുക്കും, നുഴഞ്ഞുകയറ്റക്കാർക്ക്, കൂടുതൽ മക്കളെ ഉണ്ടാക്കുന്നവർക്ക് കൊടുക്കുമെന്ന് പറയത്തക്ക നിലക്ക് ഒരു പ്രധാനമന്ത്രിയുടെ നാവ് എങ്ങനെയാണ് പോകുന്നത്? അപ്പോൾ ആ നിലയിൽ വർഗീയ കാർഡ് കളിക്കാൻ വേണ്ടി മുന്നോട്ടേക്ക് വന്നിരിക്കുന്ന ഒരു നിലയിലേക്ക് നരേന്ദ്രമോദി എത്തുന്നതിൻ്റെ കാരണം എന്താ? കാരണം മറ്റൊന്നുമല്ല, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഇവിടെ തങ്ങളുടെ വാദങ്ങളൊന്നും നിൽക്കാൻ വേണ്ടി പോകുന്നില്ല. തങ്ങൾക്കെതിരെ ദിനംപ്രതിയായിട്ട് ഇതുപോലെ ആക്ഷേപങ്ങൾ വരികയാണ്. ആ കാര്യങ്ങൾ പകൽ വെളിച്ച പോലെ വ്യക്തമാക്കുന്നു. ആ കാര്യങ്ങൾക്ക് അടിവരയിടുന്ന ഒന്നാണ് ഇന്ന് ഉണ്ടായിരിക്കുന്ന സുപ്രീം കോടതിയുടെ ഈ വിധി. ഇപ്പോൾ ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ടാണല്ലോ ഒരു മുഖ്യമന്ത്രിയെ ഒരു കേസിനകത്ത് അറസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ ഈ കേസുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ സുപ്രീം കോടതി വിധിയിൽ ഒരു കാര്യം പറയുന്നുണ്ട്. സുപ്രീം കോടതി പറയാണ് ഇവിടെ ഹൗഎവർ ചാർജസ് ഹാവ് നോട്ട് ബീൻ ഫ്രെയിംഡ്. ഇതിൻ്റെ 6ാമത്തെ സെക്ഷനിൽ പറയാണ്, സുപ്രീം കോടതി പറയുന്നു ഹൗഎവർ ചാർജസ് ഹാവ് നോട്ട് ബീൻ ഫ്രെയിംഡ്. ഇദ്ദേഹത്തിൻ്റെ കേസുമായി ബന്ധപ്പെട്ട ചാർജുകൾ 50 ദിവസമായി ഒരു കേരളത്തിലും ഒരു രാജ്യത്തിലെ ഒരു സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രി ജയിലിൽ കിടന്നിട്ട് 50 ദിവസമാവുകയാണ്. 50 ദിവസമായിട്ടും അതുമായി ബന്ധപ്പെട്ട ചാർജ് പോലും ഫ്രെയിം ചെയ്തിട്ടില്ല എന്ന് കോടതി പറയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് നിന്ന് എങ്ങനെയും അദ്ദേഹത്തെ മാറ്റി നിർത്തണം, അദ്ദേഹത്തിന്റെ ശബ്ദം കേൾക്കാൻ വേണ്ടി പാടില്ല. ഇതിനു വേണ്ടി മാത്രമായിരുന്നു ഈ അറസ്റ്റ് എന്നുള്ളത് ഇന്നത്തെ സുപ്രീം കോടതി വിധിയിലൂടെ ശങ്കുട്ടിദാസ്, അങ്ങനെ പ്രചാരണ വേളയിൽ നിന്ന് ഗുജറാത്തിലടക്കം മത്സരിക്കുന്ന ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും സഖ്യമായും അങ്ങനെ പ്രചാരണ മേഖലയിൽ നിന്ന് ആകെ രാജ്യത്തെ ശക്തനായ ഒരു പ്രതിപക്ഷ നേതാവിനെ മാറ്റി നിർത്താനുള്ള BJPയുടെ രാഷ്ട്രീയ ശ്രമങ്ങൾക്കേറ്റ തിരിച്ചടിയാണോ ഇന്നത്തെ തിഹാർ ജയിലിൽ നിന്നുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ പുറത്തുവരവ്? തീർച്ചയായിട്ടും അല്ല. ഒന്നാമത്തെ കാര്യം, അരവിന്ദ് കെജ്രിവാളിനെ പ്രചരണ മേഖലയിൽ നിന്ന് മാറ്റി നിർത്തണമെന്നൊരു ആഗ്രഹം തന്നെ BJPക്ക് ഉണ്ടായിരുന്നില്ല. എന്തിനാണ് BJP അങ്ങനെ അരവിന്ദ് കെജ്രിവാളിനോട് ഡയറക്ട്ലി മത്സരിച്ചിട്ടല്ലേ നരേന്ദ്രമോദി ആദ്യത്തെ തവണ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാവുന്നത്? 2014 നരേന്ദ്രമോദി വാരണാസിയിൽ മത്സരിക്കുമ്പോൾ നരേന്ദ്രമോദിയെ പരാജയപ്പെടുത്താൻ വേണ്ടി വാരണാസിയിൽ വന്ന് മത്സരിച്ചിട്ടുള്ള ആരാണ്? കെജ്രിവാൾ. അന്ന് അദ്ദേഹത്തിന് കെട്ടിവെച്ച പൈസ പോലും കിട്ടിയില്ല. നരേന്ദ്രമോദി 5,60,000 വോട്ട് മേടിച്ച് ജയിച്ചപ്പോൾ 2 ലക്ഷത്തോളം വോട്ട്, 20% വോട്ടുകൾ മാത്രമേ അദ്ദേഹത്തിന് കിട്ടിയുള്ളൂ. 2019 അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോലും തയ്യാറായില്ലല്ലോ. അദ്ദേഹം നരേന്ദ്രമോദിക്കെതിരെ നിൽക്കുക എന്നുള്ള ആശയം തന്നെ ഉപേക്ഷിച്ചു. അപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെതിരെ BJP 2014 2019 ഡൽഹിയിൽ 7 സീറ്റിലും BJPയാണ് ജയിച്ചത്. അപ്പോൾ ആം ആദ്മി പാർട്ടി അതിന്റെ ഏറ്റവും ശക്തിയിലും ഏറ്റവും പ്രഭാവത്തിലും നിൽക്കുമ്പോൾ അതിന്റെ ഏറ്റവും ഉന്നതനായിട്ടുള്ള നേതാവിനെ നേരിട്ട് കണ്ടസ്റ്റിൽ പരാജയപ്പെടുത്തിയിട്ടുള്ള BJPക്ക് ഈ 2024 ഒരു ഇസ് ബാർ 400 കി പാർ എന്ന് പറയുന്ന ആത്മവിശ്വാസവുമായിട്ട് BJP മുന്നോട്ട് പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ അരവിന്ദ് കെജ്രിവാളിനെ പ്രചരണ രംഗത്ത് നിന്ന് മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുള്ള പശ്ചാത്തലം എന്താണ്? അദ്ദേഹത്തിനെ ED ചോദ്യം ചെയ്യാൻ വേണ്ടി 9 വട്ടം സമൻസ് അയച്ചതിന് ശേഷവും അദ്ദേഹം ആ സമൻസുകൾക്ക് മറുപടി കൊടുക്കുകയോ ഹാജരാവുകയോ ചെയ്യാതിരുന്നിരുന്ന പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുള്ള വിൽഫുൾ ആൻഡ് ക്രിമിനൽ ലാപ്സിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തെ ED അറസ്റ്റ് ചെയ്യുന്നത്. ആ അറസ്റ്റ് ചെയ്തിട്ടുള്ള നടപടി ശരിയാണെന്ന് ട്രയൽ കോടതിയും ഹൈക്കോടതിയും ശരിവെച്ചിട്ടുണ്ട്. ഇന്നത്തെ വിധിന്യായത്തിൽ സുപ്രീം കോടതിയും അതിന്റെ 15ാമത്തെ പാരഗ്രാഫിൽ സുപ്രീം കോടതിയും പറയുന്നുണ്ട് അറസ്റ്റ് ചെയ്തിട്ടുള്ള നടപടിയിൽ ഇല്ലീഗാലിറ്റി ഇല്ല, കാരണം അദ്ദേഹം 9 സമൻസുകളെ നിഷേധിച്ചിരുന്നു എന്നുള്ള കാര്യം സുപ്രീം കോടതി എടുത്ത് പറയുന്നുണ്ട്. സുപ്രീം കോടതി അതിന്റെ വിധിയിൽ ഏറ്റവും അവസാനം പറയുന്നൊരു ഭാഗം, ശ്രീ പ്രകാശൻ മാസ്റ്റർ വിധി മുഴുവൻ വായിച്ചിട്ടും അവസാന ഭാഗം മാത്രം വായിച്ചില്ല എന്നുള്ള കൗതുകരമാണ്. ദ ഗ്രാന്റ് ഓഫ് ഇന്ററിം ബെയിൽ വിൽ നോട്ട് ബി ട്രീറ്റഡ് ആസ് ആൻ എക്സ്പ്രഷൻ ഓഫ് ഒപ്പീനിയൻ ഓൺ ദ മെറിറ്റ്സ് ഓഫ് ദ കേസ് or the criminal appeal which is pending consideration before us. ഈ ഘട്ടത്തിൽ ഞങ്ങൾ കൊടുക്കുന്ന ഇൻട്രീം ബെയിൽ എന്ന് പറയുന്നത് ഈ കേസിന്റെ മെറിറ്റ്സുമായിട്ടോ ഇവിടെ നിലനിൽക്കുന്ന ക്രിമിനൽ അപ്പീലുമായിട്ടോ ഏതെങ്കിലും നിലയ്ക്ക് ബന്ധപ്പെട്ടിട്ടില്ല. അതിന്റെ മുകളിൽ ഞങ്ങൾ പറയുന്ന ഒരു അഭിപ്രായമായിട്ട് ഇതിനെ പരിഗണിക്കരുത്. ഇവിടെ കേസിന്റെ മെറിറ്റിലേക്ക് കടക്കാതെ ഇദ്ദേഹത്തിനെതിരെ ചുമത്തിയിട്ടുള്ള കുറ്റം ശരിയാണോ തെറ്റാണോ, അതിലുള്ള തെളിവുകളുടെ ബലം എന്താണ്, ദൗർബല്യം എന്താണ്, ഈ പറയുന്ന കാര്യങ്ങളൊന്നും പരിശോധിക്കാതെ ഒരൊറ്റ ഗ്രൗണ്ടിലാണ് അദ്ദേഹത്തിന് ഇൻട്രീം ബെയിൽ കൊടുത്തത്. ആ ഒരൊറ്റ ഗ്രൗണ്ട് സുപ്രീം കോടതി കൃത്യമായിട്ട് പറയുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ നേതാവായിട്ടുള്ള അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ആ കാര്യം കൊണ്ട് മാത്രമാണ് 21 ദിവസം ഇദ്ദേഹം മാറി നിൽക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവില്ലല്ലോ. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ് ഇമ്പോസ് ചെയ്തിട്ടുള്ളത്. ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഇന്ററിം ബെയിൽ കൊടുക്കുന്ന സമയത്ത് ഒരു കുറ്റാരോപിതന് സറണ്ടർ ചെയ്യാനുള്ള തീയതി സുപ്രീം കോടതി നിശ്ചയിക്കുന്നത്. അങ്ങനെ സാധാരണ ചെയ്യാറില്ല. ഓൾറെഡി കൺവിക്ട് ചെയ്തിട്ടുള്ള പ്രതികളെ, ക്രിമിനലായിട്ട് ജയിലിൽ കിടക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും പ്രത്യേക
സാഹചര്യത്തിൽ ബെയിൽ കൊടുക്കുമ്പോൾ മാത്രമാണ്, അല്ലെങ്കിൽ പരോള് കൊടുക്കുമ്പോൾ മാത്രമാണ് എന്നാണ് സറണ്ടർ ചെയ്യേണ്ടത് എന്ന് കോടതി പറയുക. അല്ലാത്ത സാഹചര്യത്തിൽ ബെയിൽ കൊടുക്കും, പിന്നീട് ഈ പ്രതി എന്ത് ചെയ്യണം, ബെയിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി പുതിയ പെറ്റീഷൻ കൊടുക്കുക ചെയ്യുന്നത്. എന്നാൽ അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യത്തിൽ ജൂൺ 1-ാം തീയതി ഇലക്ഷൻ പ്രൊസീജിയർ പൂർത്തിയാവുന്നത് വരെ നിങ്ങൾക്ക് ബെയിലുള്ളൂ, ജൂൺ 2-ാം തീയതി നിങ്ങൾ സറണ്ടർ ചെയ്യണമെന്ന് പറയുന്നു. സറണ്ടർ ചെയ്യുന്ന സമയത്ത് ഗ്രൗണ്ടുകൾ നിങ്ങൾ നോക്കണം. 50,000 രൂപയുടെ ജാമ്യത്തുകയും ഒരാളുടെ ജാമ്യവും. 2, മുഖ്യമന്ത്രിയുടെ ഓഫീസിലോ സെക്രട്ടേറിയറ്റിലോ കടക്കാൻ പാടില്ല. 3, മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഫയലിൽ ഒപ്പുവെക്കാൻ പാടില്ല. 4, ഈ കേസുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രേഖകൾ വിളിച്ചു വരുത്താനോ പരിശോധിക്കാനോ ഇതുമായി ബന്ധപ്പെട്ട സാക്ഷികളെ മറ്റാരെങ്കിലും ബന്ധപ്പെടാനോ പാടില്ല. ഇത്രയും കർശനമായിട്ടുള്ള ഉപാധികളോടുകൂടി ഈ കേസിനെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കാൻ സാധിക്കില്ലെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് പ്രചരണത്തിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രം ഉപാധികളോടുകൂടി ഒരു ജാമ്യം കൊടുക്കുന്നത് എങ്ങനെയാണ് ഈ കേസിലുള്ള ഒരു ധാർമ്മിക വിജയമാകുന്നത്? അദ്ദേഹത്തിന്റെ നിരപരാധിത്വം കോടതി ശരിവെച്ചിട്ടില്ല, അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾ തെറ്റാണെന്ന് കോടതി പറഞ്ഞിട്ടില്ല, അദ്ദേഹത്തിന്റെ അറസ്റ്റ് അധാർമികമാണെന്ന് കോടതി പറഞ്ഞിട്ടില്ല. ഇതൊക്കെ നിലനിൽക്കുമ്പോഴും ഇദ്ദേഹത്തിന് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പ്രചരണം നടത്താൻ അധികാരം ഞങ്ങൾ കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. അത് ശരിയാണോ തെറ്റാണോ? ഇപ്പോൾ അങ്ങ് പറയുന്നു അരവിന്ദ് കെജ്രിവാൾ നേരിട്ട് ഫൈറ്റ് ചെയ്ത ഒരു തവണ, രണ്ടാമത്തെ തവണ ഡൽഹിയിലെ 7 സീറ്റും തൂത്തുവാരിയ സാഹചര്യം. പ്രതിപക്ഷം പറയുന്നത് ശ്രീ ശങ്കുട്ടിദാസ് ആ സാഹചര്യമല്ല ഇപ്പോൾ എന്ന് BJP തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ആത്മവിശ്വാസക്കുറവിലാണ് അദ്ദേഹം ഇത്തരത്തിൽ നാടുനീളെ നടന്ന് ശ്രീ ജിൻഡോ ജോൺ പറയാണ് RSS നേതാക്കന്മാർ പോലും പറഞ്ഞിട്ടില്ലാത്തത്ര വർഗീയത പ്രചരിപ്പിക്കുന്നത് എന്ന്. ഈ 400 സീറ്റിന്റെ ആത്മവിശ്വാസം നേരത്തെയൊക്കെ പറഞ്ഞിട്ടുള്ള ചില കണക്കുകൾ പോലെ പറച്ചിലിൽ മാത്രമേ ഉള്ളൂ, അത് വലിയ തോതിലുള്ള ആത്മവിശ്വാസമില്ലായ്മയുടെ പ്രകടനമാണോ എന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. പിന്നെ അങ്ങ് പറഞ്ഞു അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യം അനുവദിച്ചിട്ടുള്ള വിധിയിൽ തന്നെ പറയുന്ന ചില കാര്യങ്ങളെ പറ്റി. ആ വിധിയിൽ തന്നെ പറയുന്നത് ഈ ലീഗാലിറ്റി എന്ന് പറയുന്ന അറസ്റ്റിന്റെ ലീഗാലിറ്റി എന്ന് പറയുന്ന കാര്യം കോടതിയുടെ പരിഗണനയിലാണ് എന്നാണ്. അത് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല, അതിൽ തീരുമാനമായിട്ടില്ല എന്നാണ്. അതെ, എല്ലാ കാര്യവും കോടതിയുടെ പരിഗണനയിലാണല്ലോ. ഒരു കാര്യത്തിലും അന്തിമമായിട്ടുള്ള തീരുമാനമായിട്ടില്ല. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ അതുകൊണ്ട് ജാമ്യം കൊടുക്കുന്നതിൽ തെറ്റില്ല എന്നല്ലേ? അല്ല, അത് പരിഗണനയിൽ ഇരിക്കുന്നതുകൊണ്ട് ജാമ്യം കൊടുക്കുന്നില്ല എന്നല്ലല്ലോ കോടതി തീരുമാനിച്ചത്. നോക്കൂ, ജാമ്യം കൊടുക്കുന്നതിൽ അത്ഭുതമല്ല. നോക്കൂ, ക്രിമിനൽ കേസുകളിൽ, അഴിമതി കേസുകളിൽ രാഷ്ട്രീയക്കാർക്ക് ജാമ്യം കൊടുത്തിട്ടുള്ള അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. ഇടമലയാർ കേസിൽ അവസാനം ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ബാലകൃഷ്ണപിള്ളയ്ക്ക് മുന്നേ ജാമ്യം കിട്ടിയിട്ടില്ലേ? ഈ പറയുന്ന കാലിത്തീറ്റ കുംഭകോണ കേസിൽ അവസാനം ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ലാലു പ്രസാദിന് ഇടക്കാല ജാമ്യം കിട്ടിയിട്ടില്ലേ? ഒരാൾക്ക് ഇടക്കാല ജാമ്യം കിട്ടി എന്നത് അയാൾക്ക് അഴിമതിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്ന കാരണമല്ല. ഇവിടെ ഇദ്ദേഹത്തിന് മേലെ 2 കോടതികൾ ഇദ്ദേഹത്തിന് ജാമ്യം കൊടുക്കാൻ വിസമ്മതിച്ചു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രൗണ്ട്. ഇദ്ദേഹത്തെ മാർച്ച് 23-ാം തീയതി അറസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ഇദ്ദേഹം ട്രയൽ കോടതി പോകുന്നു. ആദ്യം 6 ദിവസത്തെ റിമാൻഡ് കഴിഞ്ഞ് ട്രയൽ കോടതി പോകുമ്പോൾ ട്രയൽ കോടതി ഇദ്ദേഹത്തിന് ജാമ്യം കൊടുക്കാൻ വിസമ്മതിക്കുന്നു. കാരണം സീരിയസ് ആയിട്ടുള്ള ഗ്രൗണ്ട് ഉണ്ട് പറയുന്നു. അദ്ദേഹം ഹൈക്കോടതിയിൽ പോകുന്നു. ഹൈക്കോടതിയുടെ ഉത്തരവ് നിങ്ങളൊന്ന് എടുത്ത് പരിശോധിക്കേണ്ടതാണ്. ഏപ്രിൽ 9-ാം തീയതി സ്വർണകാന്ത് സിംഗ് എന്ന് പറയുന്ന ഹൈക്കോടതി ജഡ്ജി എഴുതിയിട്ടുള്ള 187 പാരഗ്രാഫുള്ള ജഡ്ജ്മെന്റ് ഉണ്ട്. അതിൽ ഈ പറയുന്ന ഓരോ ആരോപണത്തെയും ഇഴകീറി പരിശോധിച്ചുകൊണ്ട് പ്രൈമ ഫേസി മെറിറ്റ് ഉണ്ട്, ഈ ഘട്ടത്തിൽ ഇദ്ദേഹത്തിന് ജാമ്യം കൊടുക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ ജാമ്യം കോടതി നിഷേധിക്കുന്നത്. അങ്ങനെ വന്നിട്ടുള്ള ഒരാള് പിന്നീട് ഒരു ഗ്രൗണ്ട് റൈസ് ചെയ്യാണ്. എന്താണ്? തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിൽ പങ്കെടുക്കണം, അല്ലാണ്ട് ഞാൻ നിരപരാധിയാണെന്നോ എന്റെ ഏതെങ്കിലും തരത്തിലുള്ള അവകാശം നിഷേധിക്കപ്പെട്ടു എന്നല്ല. തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിൽ പങ്കെടുക്കണമെന്നൊരു വാദം മാത്രം മുൻനിർത്തി സുപ്രീം കോടതിയിൽ പോവുകയും സുപ്രീം കോടതി അസ്വാഭാവികമായിട്ടൊരു ജാമ്യം കൊടുക്കുകയും ചെയ്യുന്നു. ഇതിനു മുമ്പ് അങ്ങനെ ഒരു കീഴ്വഴക്കം അതിലെ അസ്വാഭാവികത പറയുമ്പോൾ തന്നെ നമുക്ക് മുന്നിലുള്ള മറ്റൊരു ഘടകം എന്ന് പറഞ്ഞത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ ചേരിയിലുള്ള ഒരു പ്രധാനപ്പെട്ട നേതാവിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ പ്രതിപക്ഷ ചേരി ആകെ ഉന്നയിച്ച ഒരു ചോദ്യം എന്ന് പറയുന്നത് ഈ സമയത്ത് എന്നുള്ളതാണ്. അത് നേരത്തെ പ്രകാശ് മാസ്റ്റർ പറഞ്ഞതുപോലെ കോടതി വിധിയുടെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. എന്തുകൊണ്ട് നേരത്തെ 2022 കേസ് ഇതുവരെ അറസ്റ്റ് ചെയ്തില്ല എന്നുള്ളൊരു കാര്യം. അപ്പോൾ ആ സമയത്തെ അറസ്റ്റ്, അതിന്റെ രാഷ്ട്രീയ ലക്ഷ്യം തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയായിരുന്നു പ്രതിപക്ഷം ഏറ്റവും കൂടുതൽ രാഷ്ട്രീയമായ ചോദ്യം മുന്നോട്ട് വെച്ചത്. അത് സാധൂകരിക്കുന്നത് തന്നെയാണ് ഈ അറസ്റ്റ്, ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ജാമ്യം എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു വസ്തുതയാണ്. ഞാൻ അങ്ങേക്ക് വരാം. ശ്രീ ജിൻഡോ ജോൺ, ജാമ്യം ഒരു അത്ഭുതമല്ല, അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ് പറഞ്ഞതാണ്. കുറച്ചു നാൾ മുമ്പ് ശ്രീ രാഹുൽ ഗാന്ധി ഒരു പത്രസമ്മേളനം നടത്തുന്നതിനിടയിൽ ഇന്ത്യയിലെ മാധ്യമങ്ങളോട് പറഞ്ഞൊരു കാര്യം, കോടതികളിൽ നിന്നോ സ്ഥാപനങ്ങളിൽ നിന്നോ നീതി കിട്ടുന്നില്ല എന്നുള്ളതാണ്. ജാമ്യം ഈ പറയുന്ന ട്രയൽ കോടതിയിൽ നിന്ന് ഹൈക്കോടതിയിൽ നിന്ന് കിട്ടാതിരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിന് അത്ഭുതം. അല്ല, എനിക്ക് മനസ്സിലായില്ല. എനിക്ക് മാധു ചോദിച്ചത് മനസ്സിലായില്ല. ശ്രീ ജിൻഡോ ജോൺ, അതായത് കുറച്ചു നാൾ മുമ്പ് രാഹുൽ ഗാന്ധി ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞത് രാജ്യത്തെ കോടതികളിൽ നിന്ന് പ്രതിപക്ഷത്തുള്ള നേതാക്കൾക്ക് ജാമ്യം കിട്ടുന്നില്ല, പ്രതിപക്ഷ പാർട്ടികൾക്ക് ജാമ്യം കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നൊരു ജാമ്യം കിട്ടുമ്പോൾ അതിനെ ഒരു അത്ഭുതമല്ല എന്നാണ് ശ്രീ ശങ്കുട്ടിദാസ് പറഞ്ഞത്. ജാമ്യം കിട്ടുന്നതാണ് അത്ഭുതം എന്നുള്ളതാണോ പ്രതിപക്ഷത്തിന്റെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ എന്നാണ് ഞാൻ ചോദിച്ചത്.
തീർച്ചയായിട്ടും ഇന്ത്യയിലെ കോടതികളിൽ നിന്ന് പ്രതിപക്ഷ നേതാക്കന്മാർക്ക്, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരെ BJPയുടെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എടുക്കുന്ന കേസുകളിൽ ജാമ്യം കിട്ടുന്നത് തന്നെയാണ് ഇന്ത്യയിലെ ഇന്നത്തെ നീതിന്യായ വ്യവസ്ഥയിൽ വലിയൊരു അത്ഭുതം. അതുകൊണ്ട് തന്നെ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഈ ജാമ്യത്തെയും ഞങ്ങൾ ആ രീതിയിൽ തന്നെയാണ് കാണുന്നത്. ഈ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയിലുള്ള ഞങ്ങളുടെ അങ്ങേയറ്റത്തെ വിശ്വാസത്തെ ഉയർത്തിപ്പിടിക്കുന്ന രീതിയിലുള്ള ഒരു വിധിയാണ് ഇന്ന് അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കുന്നതിലൂടെ പറയുന്നത്. ഈ സുപ്രീം കോടതി ജാമ്യം കൊടുത്തുകൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഇദ്ദേഹത്തിന് ഇലക്ഷൻ പ്രചരണത്തിൽ പങ്കെടുക്കുന്നതിനും നേതൃത്വം നൽകുന്നതിനും തടസ്സമില്ല, അതിനു വേണ്ടി കൊടുക്കുന്നു എന്നാണ്. ഈ സമയത്ത് അദ്ദേഹത്തെ പോലുള്ള ഒരു പ്രതിപക്ഷ നേതാവ് ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടാകണമെന്ന് സുപ്രീം കോടതി പോലും ആഗ്രഹിക്കുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്തതിൻ്റെ ആ രീതി, ആ സന്ദർഭം, സാഹചര്യം അതൊന്നും ശരിയായിരുന്നില്ല എന്നല്ലേ സുപ്രീം കോടതി വിധിയിൽ നമ്മൾ മനസ്സിലാക്കണ്ടേ? അങ്ങനെ വേണമല്ലോ തിരിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ BJPയുടെ നേതൃത്വത്തിലുള്ള BJPയുടെ തിട്ടൂരം നടപ്പാക്കുന്ന ED ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾ തിടുക്കപ്പെട്ട് നടത്തിയ ഈ അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമായിരുന്നു. അരവിന്ദ് കെജ്രിവാളിനെ പോലുള്ള നേതാക്കന്മാർ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഉണ്ടാകരുത് എന്നുള്ള നരേന്ദ്രമോദിയുടെ ആഗ്രഹമാണ് നടത്തിക്കൊടുത്തത്. പിന്നെ ഇതൊരു അഴിമതി കേസാണെന്നാണ് ശങ്കുട്ടി ദാസ് പറയുന്നത്. അഴിമതി കേസാണെങ്കിൽ CBI ആണല്ലേ അന്വേഷിക്കേണ്ടത്. എങ്ങനെയാണ് PMLA ആക്ട് ഇതിൽ ആപ്ലിക്കബിൾ ആവുക? ഇതിൽ PMLA ആക്ട് അല്ലെങ്കിൽ ED അന്വേഷണമൊക്കെ എങ്ങനെയാണ് ആപ്ലിക്കബിൾ ആവുക? അത് അഴിമതി കേസാണെങ്കിൽ CBI അന്വേഷിക്കണമായിരുന്നു. CBI അന്വേഷിച്ച് കേസെടുത്ത് അറസ്റ്റ് ചെയ്താൽ ജാമ്യം കിട്ടാൻ എളുപ്പമുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു കാരണവശാലും ജാമ്യത്തിൽ വരരുത് എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഈ PMLA ആക്ട് ഉപയോഗിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്യുകയും ആളുകളെ ജയിലിൽ അടയ്ക്കാൻ ശ്രമിക്കുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതൊന്നും അല്ലല്ലോ പ്രധാനപ്പെട്ട വിഷയം. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് 10 വർഷം ഈ രാജ്യം ഭരിച്ച നരേന്ദ്രമോദിയെ പോലുള്ള ഒരാൾ, അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഗ്യാരണ്ടികൾ ഈ രാജ്യത്തെ ആളുകൾക്ക് നൽകിയിട്ടുള്ളതാണ്. ആ ഗ്യാരണ്ടികൾ എത്ര എണ്ണം നടപ്പാക്കി? എൻ്റെ 10 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് ഇതാണ് എന്ന് പറഞ്ഞ് ജനങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ വോട്ട് അഭ്യർത്ഥിക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ള ലൊടുക്ക് വിദ്യകൾ കൊണ്ട് പ്രതിപക്ഷ നേതാക്കന്മാരെ അയോഗ്യരാക്കുക, അറസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുക, അല്ലെങ്കിൽ അവരെ കൂറുമാറ്റുക, അല്ലെങ്കിൽ വിദ്വേഷം പറയുക, വിഷം വിളമ്പുക, അല്ലെങ്കിൽ വെറുപ്പ് വിതയ്ക്കുന്ന രീതിയിലുള്ള പ്രസംഗം നടത്തുക, ഇതൊക്കെ വിട്ടിട്ട് ഒരു ഫെയർ എലക്ഷൻ നടത്താനായിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് സാധിക്കാത്തത്? ഈ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെയുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളെ മുഴുവൻ ഹൈജാക്ക് ചെയ്തിട്ട് പോലും നരേന്ദ്രമോദിയെ പോലെ ഒരു പ്രധാനമന്ത്രിക്ക് ഇത്രത്തോളം ഭയപ്പാട് എന്തുകൊണ്ടാണ്? അതിനുള്ള ഉത്തരം നിങ്ങൾ പറയുന്നില്ലല്ലോ. അദ്ദേഹം ഈ ഭയപ്പാട് എന്നുള്ളത് പ്രതിപക്ഷം ആവർത്തിച്ച് പറയുമ്പോഴും ഇപ്പോൾ ശങ്കുട്ടി ദാസ് പറയാണ്, ഈ അവസരത്തിൽ 400 സീറ്റിന് മുകളിൽ എന്നുള്ളതാണ് BJPയുടെ ആത്മവിശ്വാസം. നരേന്ദ്രമോദിക്ക് ഭയമാണ്. ഇനി അദ്ദേഹം പ്രധാനമന്ത്രി പദത്തിൽ ഉണ്ടാകില്ല എന്ന് ഉറച്ച ശബ്ദത്തിൽ എന്നെ ട്രസ്റ്റ് ചെയ്യൂ, എന്റെ വാക്യതാണ്, പ്രധാനമന്ത്രിയായി ഇനി നരേന്ദ്രമോദി വരില്ല എന്ന് പറയുമ്പോൾ നിങ്ങളെ നയിക്കുന്ന ആത്മവിശ്വാസം എന്താണ്? ഞങ്ങളെ നയിക്കുന്ന ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 10 വർഷത്തിന് ശേഷം ഈ രാജ്യത്തിന്റെ നെടുകയും കുറുകയും രാഹുൽ ഗാന്ധി നടന്നപ്പോൾ ജനങ്ങളിൽ നിന്ന് കിട്ടിയ ജനവികാരമാണ് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം. ഭാരത് ജോഡോ യാത്രയിലൂടെ ഈ രാജ്യത്തെ പ്രതിപക്ഷ ചേരിക്ക് ഒരു പ്രതീക്ഷ നൽകിയ നേതാവിന്റെ പേര് രാഹുൽ ഗാന്ധി. അദ്ദേഹത്തെ പപ്പു എന്ന് വിളിച്ചിട്ടുണ്ട്, അദ്ദേഹത്തെ അമൂൽ ബേബി എന്ന് വിളിച്ചിട്ടുണ്ട്. ഇന്ന് അദ്ദേഹത്തോടൊപ്പം തോളോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ പോലും ഒത്തിരി വിമർശനങ്ങൾക്ക് വിധേയമാക്കിയിട്ടുള്ള ഒരു നേതാവാണ്. അതേ നേതാവിന്റെ കീഴിൽ, അതേ നേതാവിനോടൊപ്പം നിന്നുകൊണ്ട് ഈ രാജ്യത്തെ പ്രതിപക്ഷ ചേരിക്ക് ഇത്രത്തോളം ശക്തമായിട്ട് പോരാടാൻ പറ്റുന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി ഉയർത്തിവിട്ട ആ കൊടുങ്കാറ്റ്, അതിൽ വിശ്വസിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ മുന്നണി, ഇന്ത്യ മുന്നണി മുന്നോട്ട് പോകുന്നത്. അത് ഭയപ്പെട്ടുകൊണ്ടാണ് നരേന്ദ്രമോദി വിഷവും വെറുപ്പും വിദ്വേഷവും മാത്രം പ്രസംഗിക്കുന്നത്, തന്റെ 10 വർഷത്തെ പ്രവർത്തന നേട്ടങ്ങൾ പറയാതെ പോകുന്നത്. ഞങ്ങൾ നേരെ തിരിച്ച് അതിനു മുമ്പത്തെ 10 വർഷക്കാലം ഈ രാജ്യം ഭരിച്ച കോൺഗ്രസിന്റെ UPAയുടെ സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ, ഞങ്ങൾ നടപ്പിലാക്കിയ പദ്ധതികൾ, കോൺഗ്രസ് ഇന്ന് ഈ രാജ്യത്തുള്ള 3 സംസ്ഥാനങ്ങൾ നടപ്പിലാക്കിയുള്ള പദ്ധതികൾ, അത് ഈ രാജ്യം മുഴുവൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നു ഞങ്ങൾ പറയുമ്പോൾ, ഞങ്ങൾ പറയുന്ന ഗ്യാരണ്ടികളിൽ ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്. ഞങ്ങളെ ജനങ്ങൾ വിശ്വസിക്കുന്നു എന്നുള്ളതിൽ ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്. രാജ്യത്തിന്റെ മുഴുവൻ തെരുവീതികളിൽ നടന്നുകൊണ്ട്, മുഴുവൻ ആളുകളെ നേരിട്ട് കണ്ടുകൊണ്ട്, കർഷകരെ, സ്ത്രീകളെ, യുവാക്കളെ, വിദ്യാർത്ഥികളെ, മുഴുവൻ ജനവിഭാഗങ്ങളെയും നേരിട്ട് കണ്ട് സമ്മതിച്ച ഒരു നേതാവിന്റെ ആത്മവിശ്വാസം സ്ഫുരിക്കുന്ന വാക്കുകളാണ് രാഹുൽ ഗാന്ധിയിൽ നിന്ന് വരുന്നത്. നേരെ മറിച്ച് അപ്പുറത്താര നരേന്ദ്രമോദി 10 വർഷക്കാലം മൻ കി ബാത്ത് മാത്രം നടത്തിയിട്ടുള്ള ഒളിവിൽ ഇരുന്നു കൊണ്ട്, ഒളിച്ചിരുന്നു കൊണ്ട് ജനങ്ങളെ നേരിട്ട് അഭിമുഖീകരിക്കാൻ ശേഷിയില്ലാത്ത, ധൈര്യമില്ലാത്ത ഒരു നേതാവിന്റെ വിദ്വേഷ പ്രസംഗം മാത്രമായിട്ട് അതിന് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ശരി, ശ്രീ പ്രകാശ് മാസ്റ്റർ, ദാ ഈ ജാമ്യ ഉത്തരവ് പുറത്തു വരുന്നു. തിഹാർ ജയിലിന് മുന്നിൽ അരവിന്ദ് കെജ്രിവാളിനെ വീരപരിവേഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. പക്ഷെ അദ്ദേഹത്തിന് മുന്നിൽ വെച്ചിരിക്കുന്ന ഉപാധികൾ, അങ്ങ് നേരത്തെ ഈ പറയുന്ന ജാമ്യ ഉത്തരവ് വായിക്കുകയുണ്ടായല്ലോ, അദ്ദേഹത്തിന് മുന്നിൽ വെച്ചിരിക്കുന്ന ഉപാധികൾ എന്ന് പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് പരാമർശം നടത്തരുത് എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഒരു രക്തസാക്ഷി പരിവേഷം, കേന്ദ്രം ഏജൻസികളെ വെച്ച് നടത്തുന്ന വേട്ട തുടങ്ങിയ കാര്യങ്ങളൊന്നും
പറയാൻ കഴിയില്ല പ്രചാരണ വേദിയിൽ എങ്കിൽ എങ്ങനെയാണ് ഇതിൽ നിന്നൊരു രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുക? ഇതിൽ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ജാമ്യ വ്യവസ്ഥകൾ ഏതൊരു കേസിലും ജാമ്യം കൊടുക്കുമ്പോഴുള്ള അതേ വ്യവസ്ഥകളാണ്. ഇവിടെ സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ല, ഇതുമായി ബന്ധപ്പെട്ട ഫയലിൽ ഒപ്പിടാൻ വേണ്ടി പാടില്ല. അതെല്ലാം സാധാരണഗതിയിലുള്ള വ്യവസ്ഥകൾ മാത്രമാണ്, അതിൽ അതിശയോക്തിയായിട്ടൊന്നുമില്ല. ഇവിടെ BJPയുടെ ശങ്കുട്ടിദാസ് പറഞ്ഞപ്പോൾ അദ്ദേഹം 15ാം ഖണ്ഡികയെ കോട്ട് ചെയ്തല്ലോ. ആ കോട്ട് അദ്ദേഹം വായിച്ചിട്ടില്ല. അതിൽ പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ട് ഈ പറയുന്ന ലീഗാലിറ്റി ആൻഡ് വാലിഡിറ്റി ഓഫ് ദ അറസ്റ്റ് ഇറ്റ് ഈസ് അണ്ടർ ദി പ്രൊനൗൺസിയേഷൻ ഓഫ് ദിസ് കോർട്ട് എന്ന കാര്യം കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല അത് അവസാനിപ്പിക്കുന്നത് ഇൻ ദിസ് ബാക്ക്ഗ്രൗണ്ട് വൺസ് ദ മാറ്റർ ഈസ് സബ് ജുഡീസ് ആൻഡ് ദ ക്വസ്റ്റ്യൻസ് റിലേറ്റിംഗ് ടു ലീഗാലിറ്റി ഓഫ് അറസ്റ്റ് ആർ അണ്ടർ കൺസിഡറേഷൻ എ മോർ ഹോളിസ്റ്റിക് ആൻഡ് liberated view is justified in the background that the 18th Lok Sabha general elections are being held. എന്ന് മാത്രമല്ല ഇപ്പം ഞങ്ങൾ പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താ? ഒന്ന്, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ ശബ്ദം കേൾക്കാതിരിക്കാനാണ്. അദ്ദേഹത്തിന് ഒരു പ്രത്യേകതയുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ നിങ്ങൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. പക്ഷേ എന്താ കോടതി പറയുന്നത്? കോടതി പറയുന്നു while examining the question of grant of interim release, the courts always take into consideration the peculiarities associated with the person in question and the surrounding circumstances. In fact, to ignore the same would be incautious and wrong. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം എന്താണ്, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത കോണ്ടെക്സ്റ്റ് എന്താണ്, ഇത് പരിഗണിക്കേണ്ടത് ഒരു കാരണവശാലും പരിഗണിക്കാതിരിക്കാനാവില്ല എന്ന് പറയാണ്. അത് പരിഗണിക്കാൻ തയ്യാറായില്ലല്ലോ ഇവിടെ. പിന്നെ ജാമ്യം കൊടുക്കരുതെന്ന് അത്ര ശക്തമായിട്ടാണ് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയും അഡീഷണൽ സോളിസിറ്റർ ജനറൽ SV രാജുവും അവിടെ വാദിച്ചത്. ഈ കേസാകെ അട്ടിമറിഞ്ഞു പോകും, ഒരു കാരണവശാലും കൊടുക്കാൻ പാടില്ല എന്നല്ലേ പറഞ്ഞത്. പിന്നെ ഇവിടെ ഇപ്പോൾ പറഞ്ഞു പിന്നെ നമ്മുടെ താഴെയുള്ള കോടതിയുടെ വിധി, ഇത് വളരെ കൃത്യമായിട്ട് താഴെയുള്ള കോടതിയെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഈ കോടതി വിധിയിൽ എന്താ പറയുന്നത്? Yes, the appeal is pending before us. We do not think it would be proper for us to direct the appellant Arvind Kejriwal to approach the trial court or interim release. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ താൽക്കാലികമായ വിടുതലിന് വേണ്ടിയിട്ട് താഴെ കോടതികളേക്ക് വിട്ടുകൊടുക്കാൻ പാടില്ല എന്ന കൃത്യമായ നിലപാട് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണോ പ്രതിപക്ഷം അരവിന്ദ് കെജ്രിവാളിൻ്റെ വാദവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്, ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം അക്ഷരം പ്രതി ഇന്നത്തെ കേസിനകത്ത് കൃത്യമായ നിലക്ക് സുപ്രീം കോടതി മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്കൊരു ചെറിയ ചമ്മലുണ്ടാവും. ഇവിടെ കോൺഗ്രസിൻ്റെ ആളുകൾ പറയും, ജിൻഡോ ജോൺ പറയും ചെറിയ ചമ്മലുണ്ടാവും. എന്തുകൊണ്ട്? അവർ ആണ് യഥാർത്ഥത്തിൽ കെജ്രിവാളിനെ ഈ കേസിൽ കൊടുക്കാൻ ആവശ്യമായിട്ട് പെറ്റീഷൻ നൽകുന്നത് ആദ്യമായിട്ട് കോൺഗ്രസ് ആണ്. ഇപ്പോഴും പഞ്ചാബിനകത്ത് നിൽക്കുന്നത് ഇവർ തന്നെയാണ്. അപ്പോൾ അവർക്ക് ഈ പറയുന്ന പോലെ ഈ കാര്യം ഉന്നയിക്കുന്നതിൽ കുറച്ച് ജാള്യത ഉണ്ടാവും. പിന്നെ ഇന്ത്യ സഖ്യം ആകെ ഇവിടെ കോൺഗ്രസും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും മാത്രമുള്ള ഒരു സഖ്യമൊന്നുമല്ല. ഇന്ത്യക്കകത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി അപൂർവം സംസ്ഥാനങ്ങൾ മാത്രമേ പ്രധാനപ്പെട്ട പാർട്ടിയാവുന്നുള്ളൂ. ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട പാർട്ടികൾ മിക്കവാറും സ്ഥലങ്ങളിൽ പ്രാദേശിക പാർട്ടികളാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യ സഖ്യത്തിന് രാഹുൽ ഗാന്ധിയുടെ പങ്ക് പ്രധാനപ്പെട്ടതാണ്. പക്ഷേ രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ ആകെ നേതാവ്, അദ്ദേഹത്തെ പ്രധാനമന്ത്രിയാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നെല്ലാം ഉള്ളത് പോലെയുള്ള വർത്തമാനത്തിൽ യാതൊരു കഴമ്പുമില്ല. യഥാർത്ഥത്തിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ BJPക്ക് നീങ്ങാൻ അവസരമുണ്ടാക്കിയതിൽ കോൺഗ്രസിന് കൂടെ ഒരു പങ്കുണ്ട് എന്നുള്ളത് ആർക്ക് വിസ്മരിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു കാര്യമല്ല. ശരി ശ്രീ ശങ്കുട്ടിദാസ്, അങ്ങനെ രാഷ്ട്രീയമായ പ്രേരണയാണ് മാർച്ച് 21 അറസ്റ്റിൽ കലാശിച്ചത് എന്ന പ്രതിപക്ഷത്തിന്റെ വാദത്തെ അപ്പാടെ സാധൂകരിക്കുന്ന ഒരു തീരുമാനമാണോ കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്? ഒട്ടുമല്ല. ഞാൻ ആദ്യത്തെ ഊഴത്തിൽ തന്നെ അത് വിശദീകരിച്ചിരുന്നു. പക്ഷേ ഇവിടെ ശ്രീമാൻ പ്രകാശൻ മാസ്റ്റർ കോടതി വിധിയെ സമ്പൂർണ്ണമായി തെറ്റിദ്ധരിപ്പിക്കുന്ന മട്ടിലാണ് അദ്ദേഹത്തിന് ആവശ്യമുള്ള ചില ഭാഗങ്ങൾ മാത്രം അടർത്തിയെടുത്തുകൊണ്ട് ചില പാരഗ്രാഫുകൾ കോട്ട് ചെയ്തത്. ഇത് ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രേക്ഷകരുടെ താല്പര്യാർത്ഥം അതിന് തിരുത്തേണ്ടത് എൻ്റെ ബാധ്യത കൂടിയാണെന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹം പറഞ്ഞു കീഴ്ക്കോടതിയിലേക്ക് ജാമ്യ ഹർജി പരിഗണിക്കാൻ അയച്ച തീരുമാനം തന്നെ ശരിയല്ല അത് കോടതി പറഞ്ഞു. അങ്ങനെയല്ല പറഞ്ഞത് കോടതി എന്താണ് പറഞ്ഞത്? കീഴ്ക്കോടതിയിൽ നിന്ന് ജാമ്യം നിഷേധിച്ചതിന് മുകളിൽ അപ്പീലായിട്ടാണല്ലോ സുപ്രീം കോടതിയുടെ മുന്നിൽ പരിഗണിക്കുന്നത് ഈ കേസ് വന്നിട്ടുള്ളത്. അപ്പീൽ ഞങ്ങളുടെ മുന്നിൽ പെൻഡിംഗ് ആയിരിക്കുന്ന സമയത്ത് ജാമ്യത്തിന് വേണ്ടി വീണ്ടും കീഴ്ക്കോടതിയെ സമീപിക്കുമെന്ന് പറയാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. സാധാരണഗതിയിൽ ജാമ്യം പരിഗണിക്കേണ്ടത് കീഴ്ക്കോടതിയാണ്, ട്രയൽ കോടതിയാണ്. എന്നാൽ ഈ ഘട്ടത്തിൽ അപ്പീൽ ഞങ്ങളുടെ മുന്നിൽ പെൻഡിംഗ് ആയ സാഹചര്യത്തിൽ ഇനി കീഴ്ക്കോടതി പരിഗണിക്കട്ടെ എന്ന് പറയാൻ ഞങ്ങൾക്ക് സാധിക്കില്ല എന്നാണ് പറഞ്ഞത്. 15ാമത്തെ പാരഗ്രാഫിൽ എന്താണ് സുപ്രീം കോടതി എന്തൊക്കെയോ കേന്ദ്രത്തിനെതിരായി പറഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ ആദ്യത്തെ ഊഴത്തിൽ തന്നെ പറഞ്ഞു കേന്ദ്രത്തിന്റെ പ്രോസിക്യൂഷന്റെ വാദത്തെ ശരിവെക്കുന്നതാണ് 15ാമത്തെ പാരഗ്രാഫിലെ ആദ്യത്തെ വാചകം തന്നെ. ദ പ്രോസിക്യൂഷൻ ഹാസ് റൈറ്റ്ലി പോയിന്റഡ് ഔട്ട് ദാറ്റ് ദ അപ്പല്ലന്റ് അരവിന്ദ് കെജ്രിവാൾ
had failed to appear in spite of 9 notices or summonses, first of which issued in October 2023. This is a negative factor, but there are several other facets which are required to be taken into consideration. അതായത് പ്രോസിക്യൂഷൻ ശരിയാവണ്ണം ചൂണ്ടിക്കാണിച്ചതുപോലെ ഇവിടെ പ്രതിയായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ 9 സമൻസുകൾക്ക് മറുപടി കൊടുക്കാതിരിക്കുകയും അറസ്റ്റ് ചോദിച്ചു മേടിക്കുകയും ചെയ്തു. അതൊരു വളരെ തെറ്റായ നടപടി തന്നെയാണ്. പക്ഷേ ആ ഒരു നടപടിയെ മാത്രം നമ്മൾ പരിശോധിച്ചാൽ പോരാ, വേറെയും ചില ഘടകങ്ങൾ ഈ ഘട്ടത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. എന്നിട്ട് എന്താണ് പരിശോധിക്കേണ്ട ഘടകം എന്ന് കോടതി പറയുന്നു. 18th ലോക്സഭാ ഇലക്ഷൻ ഇവിടെ നടക്കാനിരിക്കുകയാണ്. ഈ സമയത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുക്കേണ്ടത് ഒരു വളരെ വലിയ ആവശ്യമാണെന്ന്. ഇഡിയുടെ വാദം അങ്ങനെ ഒരു അവകാശമില്ലെന്നുള്ളതാണ്. കാരണം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റും അല്ല, ഒരു ലീഗൽ റൈറ്റും അല്ല. മുന്നേ സുപ്രീം കോടതിയുടെ തന്നെ 5 അംഗ ഭരണഘടനാ ബെഞ്ച് വോട്ട് ചെയ്യാൻ വേണ്ടി ജാമ്യം കിട്ടുക എന്നുള്ളത് ഒരു പൗരന്റെ അവകാശമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ജഡ്ജ്മെന്റിൽ തന്നെ ഒരു സ്ഥാനാർത്ഥിക്ക് പോലും വോട്ട് ചെയ്യാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമാവാൻ വേണ്ടി ജാമ്യത്തിന് വേണ്ടി അപേക്ഷിക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് വളരെ തെറ്റായിട്ടുള്ള കീഴ്വഴക്കാണ്. നാളെ ഈ പറയുന്ന പോലെ തെരഞ്ഞെടുപ്പിന്റെ കാരണം ഉന്നയിച്ചുകൊണ്ട് ഏത് പ്രതിക്കും വേണമെങ്കിൽ ഞങ്ങൾക്ക് ജാമ്യം വേണ്ടെന്ന് പറയും. ഇപ്പൊ പ്രജ്വൽ രേവണ്ണ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇതേ ഗ്രൗണ്ട് എടുക്കാം, ഞാൻ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാണെന്ന് പറയാം. അതേപോലെ തന്നെ ഏതൊരാൾക്കും, അതായത് സാധാരണ പൗരനും ഈ പറയുന്ന രാഷ്ട്രീയക്കാരനും ഇടയിൽ ഒരു വിടവ് സൃഷ്ടിക്കുന്ന തരത്തിൽ, ഒരു പ്രത്യേക അവകാശത്തെ സൃഷ്ടിക്കുന്ന തരത്തിൽ ആർട്ടിക്കിൾ 15 വയലേറ്റീവ് ആണത് എന്നുള്ളതായിരുന്നു അവിടുത്തെ ഗ്രൗണ്ട്. പോട്ടെ, അതിലേക്ക് ഞാൻ അതിനെ ഖണ്ഡിച്ചിട്ടുണ്ടല്ലോ ശ്രീ ശങ്കുട്ടിദാസ്. അങ്ങനെ പ്രകാശൻ മാസ്റ്റർ എന്തു ചെയ്തു എന്ന് അങ്ങ് ആരോപിക്കുന്നു, അതുപോലെ തന്നെ അങ്ങ് ചെയ്യാൻ പാടുണ്ടോ? ഇതായിരുന്നു ഇഡിയുടെ വാദമെങ്കിലും അതിനെ ഖണ്ഡിക്കുകയാണല്ലോ കോടതി ചെയ്യുന്നത്. എന്താണ്, എങ്ങനെയാണ് കോടതി അതിനെ ഖണ്ഡിച്ചത്? കോടതി അതിന് പറഞ്ഞിട്ടുള്ള മറുപടി ഒന്ന് ശ്രീമതി മാധു പറയൂ, ഞാൻ കേൾക്കാം. അങ്ങ് തന്നെ ഇതിനകത്ത് ഇതിൽ ആദ്യം തന്നെ ഇ ഡി ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ നേതാവിനും സാധാരണക്കാരനും തമ്മിൽ ഈ പറയുന്ന തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിയുള്ള ഒരു നടപടി എന്ന് പറയുന്നത്, അങ്ങനെ ജാമ്യം കൊടുക്കുകയാണെങ്കിൽ ഒരു സാധാരണക്കാരനായ മനുഷ്യനും ഒരു രാഷ്ട്രീയക്കാരനും തമ്മിൽ നീതി അർഹിക്കുന്ന ഒരു വിടവുണ്ടാകും എന്നുള്ളതാണ്. അത് അംഗീകരിക്കാത്തതുകൊണ്ടാണല്ലോ കോടതി ജാമ്യം കൊടുത്തിരിക്കുന്നത്. അതെ, കോടതി ജനറലി അതിനെ അംഗീകരിക്കുന്നില്ല. അതായത് 7th പാരഗ്രാഫിൽ വി വുഡ് റിജക്ട് ദ ആർഗ്യുമെന്റ് ദാറ്റ് ദ റീസണിംഗ് റെക്കോർഡ് ബൈ ഇൻ പാരഗ്രാഫ് 7, 8 and 14 വുഡ് റിസൾട്ട് ഇൻ ഗ്രാന്റ് ഓഫ് പ്രിവിലേജ് ഓർ സ്പെഷ്യൽ സ്റ്റാറ്റസ് ടു ദ പൊളിറ്റീഷ്യൻസ് എന്ന് പറയുന്നുണ്ട്. ഒരു ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെന്റ് നടത്തുകയല്ലാതെ കോടതി എന്തുകൊണ്ട് ആർട്ടിക്കിൾ 15 വയലേറ്റീവ് അല്ലെന്ന് ഈ ജാമ്യത്തിൽ എവിടെയും വിശദീകരിക്കുന്നില്ല. കോടതി നിങ്ങൾ ആ വിധിന്യായം 8 പേജുള്ള വിധിന്യായം മുഴുവൻ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്ററിം ബെയിൽ കൊടുക്കാനുള്ള കോടതിയുടെ അധികാരത്തെ സംബന്ധിച്ചാണ് കോടതി പറയുന്നത്. 5 ജഡ്ജ്മെന്റുകൾ കോട്ട് ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ 3 ജഡ്ജ്മെന്റുകളും 2 NDPSുമായി ബന്ധപ്പെട്ടതാണ്. നർക്കോട്ടിക്സ്, ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസുമായി ബന്ധപ്പെട്ട കേസിൽ ജാമ്യം കൊടുത്തിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഒരെണ്ണം ഇതേപോലെ തന്നെ സ്മഗ്ലിംഗ് പ്രിവെൻഷൻ ആക്ട് പ്രകാരമുള്ള കേസിൽ ജാമ്യം കൊടുത്തിട്ടുള്ള കാര്യമാണ് പറയുന്നത്. കോടതി പറഞ്ഞു ഇത്തരം കേസുകളിൽ പോലും ഞങ്ങൾ ഇന്ററിം ബെയിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ ഇന്ററിം ബെയിൽ കൊടുക്കാനുള്ള അധികാരം ഉണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. ഇതൊരു സ്പെഷ്യൽ ഗ്രൗണ്ടാണ്. ഇത് വ്യക്തിയുടെ ചില പ്രത്യേകതകൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്, ഇതിന് പ്രത്യേക സാഹചര്യം കൂടി പരിഗണിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത് ജനാധിപത്യത്തിന്റെ ഒരു ആഘോഷമായതുകൊണ്ട് ഒരു പ്രത്യേക ഗ്രൗണ്ട് കൊടുക്കുക. പിന്നെ അവിടെ വെച്ചിട്ടുള്ള കണ്ടീഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പറഞ്ഞു, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു അക്യൂസ്ഡിന് ജാമ്യം കൊടുക്കുമ്പോൾ സറണ്ടർ ചെയ്യേണ്ട ഡേറ്റ് പറയുന്നത്. അദ്ദേഹത്തെ ഒരു കുറ്റാരോപിതനായിട്ടല്ല, ഒരു പ്രതിയായിട്ട് മാത്രമല്ല, അദ്ദേഹത്തെ ഒരു പ്രൈമ ഫേസി കേസ് അദ്ദേഹത്തിനെതിരെ നിലനിൽക്കുന്നുണ്ടെന്നുള്ള കോടതിയുടെ ഒരു മുൻവിധിയാണ് അങ്ങനത്തെ ഒരു സറണ്ടറിങ്ങിനുള്ള ഡേറ്റ് പ്രിസ്ക്രൈബ് ചെയ്യാനുള്ള കാരണം എന്നാണ് നമുക്ക് മനസ്സിലാക്കുക. ഇലക്ഷനുമായി ബന്ധപ്പെട്ട പ്രചാരണത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയില്ല എന്നൊരു കാര്യം ചൂണ്ടിക്കാണിച്ചതുകൊണ്ട് അതിനെ മുൻനിർത്തി ഒരു ജാമ്യം കൊടുക്കുന്നത് കൊണ്ട് കോടതി സ്വാഭാവികമായി ചൂണ്ടിക്കാണിക്കുന്നല്ലേ? ശരി, 2 കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഒന്ന്, ചാർജ് ഷീറ്റ് പോലും ഫ്രെയിം ചെയ്തിട്ടില്ല എന്ന് കോടതി പറഞ്ഞു എന്ന് ശ്രീമാൻ പ്രകാശ് മാസ്റ്റർ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് തെറ്റാണ്. 6th പാരഗ്രാഫിൽ കോടതി പറയുന്നുണ്ട് ഇതിൽ ഓൾറെഡി സ്പെഷ്യൽ കോർട്ട് കോഗ്നിസൻസ് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ DOE ആദ്യം ഒരു പ്രോസിക്യൂഷൻ കംപ്ലയിന്റും പിന്നെ സപ്ലിമെന്ററി പ്രോസിക്യൂഷൻ കംപ്ലയിന്റും ഫയൽ ചെയ്തിട്ടുണ്ട്. CBI ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തിട്ടുണ്ട്. 2 സപ്ലിമെന്ററി ചാർജ് ഷീറ്റും ഫയൽ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം കോടതി അവസാനം പറയാണ് ഹൗവർ ദ ചാർജസ് ഹാവ് നോട്ട് ബീൻ ഫ്രെയിംഡ്. ചാർജ് ഷീറ്റ് ഒക്കെ ഫയൽ ചെയ്തിട്ടുണ്ട്, പക്ഷെ ചാർജ് ഇതുവരെ ഫ്രെയിം ചെയ്തിട്ടില്ല എന്നൊരു സൗകര്യമുണ്ടെന്ന് കോടതി പറയുന്നത് വെച്ചിട്ട് പറയാണ് ചാർജ് ഷീറ്റ് ഫ്രെയിം ചെയ്തിട്ടില്ല എന്ന്. ഇങ്ങനെ 100% വിധിയിൽ നിന്ന് അടർത്തി മാറ്റി തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനകളാണ് ഇവിടെ നടത്തിയത്. ഇവിടെ കേസിന്റെ മെറിറ്റിലേക്ക് കോടതി കടന്നിട്ടില്ല എന്നുള്ള പ്രാഥമികമായിട്ട് തത്വത്തെങ്കിലും നമ്മൾ മാനിക്കണം. 2, ശ്രീമാൻ നമ്മൾ ബെയിലിന് അപേക്ഷിക്കുമ്പോൾ എപ്പോഴും അങ്ങനെ തന്നെയല്ലേ സംഭവിക്കുന്നത്? അതൊരു പ്രത്യേക ഒരു കാര്യമായി എടുത്തു പറയേണ്ടതുണ്ടോ? കോടതി അങ്ങ് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ മെറിറ്റിലേക്ക് പോകാതെയാണ് ഏത് ജാമ്യ കേസിലാണ് മെറിറ്റ് മുഴുവൻ പരിശോധിച്ച് ജാമ്യം കൊടുക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത്?
വളരെ നിർണായകമായിട്ടുള്ള കേസുകളിലെല്ലാം മെറിറ്റ് കൂടി പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് ജാമ്യം കൊടുക്കാറുള്ളത്. ഇവിടെ കോടതി ഒരു എക്സെപ്ഷണൽ ഗ്രൗണ്ടാണ് എടുക്കുന്നത്. വളരെ നിർണായകമായ കേസാണ് നിൽക്കട്ടെ. ഞാൻ ഈ കേസിന്റെ കാര്യമാണോ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതുമായി ബന്ധപ്പെട്ട് ചാർജ് ഫ്രെയിം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കോടതി പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു ക്രിമിനൽ അല്ല, ഇദ്ദേഹം ഒരു സൊസൈറ്റിക്ക് ഒരു ത്രെട്ട് അല്ല, ഇദ്ദേഹത്തിന് നേരത്തെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് അല്ല, ഇങ്ങനെ പല കാര്യങ്ങൾ, ഒരു CM ആണ്, ഈ വക പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. എന്നിട്ടാണ് കോടതി മെറിറ്റിലേക്ക് പോകുന്നില്ല എന്നൊരു അവസാനത്തെ സെന്റൻസ് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ഈ പറയുന്ന ജാമ്യം അനുവദിക്കുന്നത്. മെറിറ്റിലേക്ക് പോകുന്നില്ലെന്ന് ആദ്യം അവസാനം പറയുന്നുണ്ട്. ഇതിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഇതേ കേസിലല്ലേ മനീഷ് സിസോദിയ ജയിലിൽ കിടക്കുന്നത്? മനീഷ് സിസോദിയക്ക് എന്താ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുക്കട്ടെ? അദ്ദേഹം അവിടുത്തെ ഉപമുഖ്യമന്ത്രിയല്ലേ, ആം ആദ്മി പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവല്ലേ? ഇതേ ഗ്രൗണ്ട് പ്രകാരം ഹേമന്ത് സോറിന്റെ ജാമ്യാപേക്ഷ എന്തുകൊണ്ടാണ് നിഷേധിച്ചിട്ടുള്ളത്? അപ്പൊ ഇതൊരു എക്സെപ്ഷണൽ ഗ്രൗണ്ട് എടുത്തിട്ടുള്ളതാണ്. അതിനൊരു എക്സെപ്ഷണൽ ആയിട്ടുള്ള റീസൺ ഉണ്ട്. കാരണം ആം ആദ്മി പാർട്ടിയുടെ ഒരു നേതാവാണ്, ഡൽഹി എന്ന് പറയുന്ന നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറിയുടെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞിട്ടില്ല. സാധാരണഗതിയിൽ അറിഞ്ഞുകൊണ്ടാണോ മനീഷ് സിസോദിയും അദ്ദേഹവും തമ്മിലൊരു വ്യത്യാസവുമില്ല എന്ന് പറയുന്നത്? ശ്രീ ശങ്കുട്ടിദാസ്, അങ്ങ് തന്നെ തുടക്കത്തിൽ പറയുന്നു ഇതേ കേസിലല്ലേ കിടക്കുന്നത്, ഇതേ ഗ്രൗണ്ട് അല്ലേ ഉള്ളത്, എന്നിട്ട് പറയുന്നു എക്സെപ്ഷണൽ ഗ്രൗണ്ട് ഉണ്ടെന്ന്, എന്നിട്ട് പറയുന്നു മനീഷ് സിസോദിയ കിടക്കുന്നില്ലേ, എന്നിട്ട് പറയുന്നു ഇദ്ദേഹം കിടക്കുന്നില്ലല്ലോ എന്ന്. അങ്ങേ തന്നെ കൗണ്ടർ ചെയ്യണോ? അതാണ് ഞാൻ പറഞ്ഞത്. സ്വാഭാവിക രീതിയിൽ വളരെ എക്സെപ്ഷണൽ ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് ആണിത്. ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ പറയാം. ഈ ചർച്ചയിൽ വന്നിട്ട് ജിൻഡോ ജോൺ പറഞ്ഞല്ലോ ഇത് അഴിമതി കേസാണെന്ന്. എങ്ങനെയാ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ CBI അല്ലേ അന്വേഷിക്കേണ്ടത്? അദ്ദേഹം ഈ കേസിന്റെ ഫാക്ട്സ് തന്നെ പരിശോധിച്ചിട്ടില്ല. ഈ കേസിൽ എന്തൊക്കെ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്? PMLA 50, PMLA 19, അതേപോലെ തന്നെ എന്താണ് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിലുള്ള സെക്ഷൻ 17, അതേപോലെ തന്നെ എന്താ പറയുക റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിലെ സെക്ഷൻ 7. അതായത് ഇതിൽ ഈ പറയുന്ന വകുപ്പുകൾ മുഴുവനുണ്ട്. ഇവിടെ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഓൾറെഡി CBI കേസ് അന്വേഷിക്കുന്നുണ്ട്. CBI 2 ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ മുകളിൽ എന്താണ് പ്രെഡിക്കേറ്റ് ഒഫൻസ് ആയതുകൊണ്ടാണ് EDയുടെ അന്വേഷണം രണ്ടാമത് വന്നത്. ഇവിടെ ജിൻഡോ ജോണിന്റെ പ്രശ്നം എന്താണെന്ന് അറിയോ? അദ്ദേഹത്തിന് ഇന്ത്യ മുന്നണിയുടെ നേതാവായിട്ട് രാഹുൽ ഗാന്ധിയെ പ്രൊജക്ട് ചെയ്യാൻ കുറെ കാലമായിട്ട് ശ്രമിച്ചു വരുമ്പോൾ ഇപ്പൊ അരവിന്ദ് കെജ്രിവാൾ പെട്ടെന്നൊരു ജാമ്യം കിട്ടി പുറത്തു വന്നാൽ ഇദ്ദേഹം വലിയ നായകനാവുമോ നേതാവാകുമോ? ഇനി INDA മുന്നണിയുടെ ഒരു പ്രധാന മുഖമായിട്ട് അരവിന്ദ് കെജ്രിവാൾ വരുമോ എന്നുള്ള സംശയമാണ് ഇപ്പൊ കോൺഗ്രസ്സുകാരെ ഭരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ചർച്ചയിൽ ഒരു ബന്ധവുമില്ലാതെ വന്നിട്ട് രാഹുൽ ഗാന്ധി വലിയ പ്രസ്താവന നടത്തി, രാഹുൽ ഗാന്ധി വലിയ ആത്മവിശ്വാസം നേടിയിരിക്കുന്നു, രാഹുൽ ഗാന്ധി ധീരമായിട്ട് മോഡിയെ പുറത്താക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു. ഇതിൽ എന്ത് അത്ഭുതമാണ്? രാഹുൽ ഗാന്ധി ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് തന്നെയല്ലേ? രാഹുൽ ഗാന്ധി ഇത്രയും കാലം മോഡിനെ 5 കൊല്ലം തുടരാൻ പോവാണെന്നാണോ പറഞ്ഞിന്ന്? മോഡി മാറും, മോഡി നാളെ മാറും, മോഡിനെ ഞങ്ങൾ പരാജയപ്പെടുത്തും. ഇത് സ്ഥിരമായിട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ ചർച്ചയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഈ കണ്ടക്സ്റ്റിലെ പെടാത്തൊരു കാര്യമാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ഇടക്കാല ജാമ്യവും രാഹുൽ ഗാന്ധിയുടെ ഒരു നായകത്വം. അദ്ദേഹം പറയുന്നു കഴിഞ്ഞ ഇന്ത്യക്ക് നെടുകയും കുറുകയും നടന്നുകൊണ്ട് നേടിയിട്ടുള്ള പുതിയ ആത്മവിശ്വാസം ഞങ്ങളെ ഭരിക്കുന്നത്. നെടുകയും കുറുകയും നടന്നതിന് ശേഷമല്ലേ 5 സംസ്ഥാനങ്ങൾ ഉപതെരഞ്ഞെടുപ്പുണ്ടായത്? അതിൽ 3 സംസ്ഥാനം തോക്കുകയല്ലേ ചെയ്തത്? അത് കഴിഞ്ഞിട്ട് എന്ത് ആത്മവിശ്വാസമാണ് ഇപ്പൊ പ്രത്യേകമായിട്ട് പൊതുതെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്? നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ കേസ് ആദ്യം കൊടുത്തത് നിങ്ങൾ, അത് ഒരു വിഷയമാക്കിയിട്ട് അതിന്റെ ഗുണമുണ്ടാക്കാൻ നോക്കിയത് നിങ്ങൾ. ഇപ്പൊ അരവിന്ദ് കെജ്രിവാൾ പുറത്തു വന്നപ്പോൾ അത് ഞങ്ങളുടെ തലയ്ക്ക് മുകളിലേക്ക് അരവിന്ദ് കെജ്രിവാൾ വളരെയാണോ എന്നുള്ള ഭയവും നിങ്ങൾക്ക്. അതുകൊണ്ട് നിങ്ങൾ ഈ ചർച്ചയിൽ അനാവശ്യമായിട്ട് രാഹുൽ ഗാന്ധിനെ പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പ്രകാശ് ബാസ്റ്റർ പിന്നെ ഈ ദേശീയ ചിത്രത്തിലൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ആളായതുകൊണ്ട് അദ്ദേഹം നരേന്ദ്രമോദിക്കെതിരെ പറയാനൊരു അവസരം എന്നുള്ള രീതിയിൽ എന്തൊക്കെയോ പറയുന്നേ ഉള്ളൂ. അതല്ലാതെ സാധാരണഗതിയിൽ ഒരു തരത്തിലും കോടതി ജാമ്യം നൽകേണ്ടതല്ലാത്ത ഒരു സാഹചര്യത്തിൽ കിട്ടുന്ന സ്വാഭാവികമല്ലാത്ത ജാമ്യമാണ് അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യത്തിലൂടെ കിട്ടിയിരിക്കുന്നത്. അങ്ങനെ അത് സ്വാഭാവികമല്ലാതായി BJPക്ക് തോന്നുന്നത് അത് BJPക്ക് രാഷ്ട്രീയമായി എതിരു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലായതുകൊണ്ടാണോ? പിന്നെ കോൺഗ്രസിന്റെ ഭയമാണോ എന്നുള്ളതാണ് ചോദ്യം. അതായത് അരവിന്ദ് കെജ്രിവാൾ പുറത്തു വന്ന രാഷ്ട്രീയമായി അദ്ദേഹത്തിന് കേന്ദ്ര സർക്കാരിനെ എതിർക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസം നിങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ അങ്ങനെയല്ല. കോൺഗ്രസിനാണ് യഥാർത്ഥത്തിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ഭയം എന്നുള്ളതാണ് BJP മുന്നോട്ട് വെക്കുന്ന മറു ആരോപണം. അല്ല, സാമാന്യ ബുദ്ധിയുള്ള ആരും അങ്ങനെ വിചാരിക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ കോൺഗ്രസിനെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് എന്തോ ആർക്കും എപ്പോഴെങ്കിലും പറയാലോ. നരേന്ദ്രമോദി തന്നെ ഈ രാജ്യത്ത് മൈക്ക് വെച്ച് കെട്ടി പറയുന്നത് മുഴുവൻ അതല്ലേ. ഇപ്പോഴും 10 വർഷം ഭരിച്ചതിന് ശേഷവും അതിനു മുമ്പുള്ള കോൺഗ്രസിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷത്തെ കുറ്റം പറയുന്ന ഒരു പ്രധാനമന്ത്രി, അതായത് തന്റെ 10 വർഷക്കാലത്തെ പ്രവർത്തനത്തെക്കുറിച്ച് പറയാതെ പ്രതിപക്ഷത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടുണ്ടാവില്ല. ആ രീതിയിലുള്ള ഒരു അഭിപ്രായം മാത്രമായിട്ട് അതിനെ കണ്ടാൽ മതി. ഇവിടെ കേജ്രിവാൾ പുറത്തേക്ക് വരുമ്പോൾ കേജ്രിവാളിന് പുറത്തേക്ക് വരാനായിട്ട് ജാമ്യം എടുക്കാൻ വേണ്ടിയിട്ട് കോടതിയിൽ ഹാജരായത് കോൺഗ്രസ് നേതാവ് മനു അഭിഷേക് സിംഗ്വിയാണ്. ഞങ്ങൾക്ക് ഭയം ഉണ്ടെങ്കിൽ ഞങ്ങൾ അത് ചെയ്യോ? കോൺഗ്രസ് ആണ് അദ്ദേഹത്തിന് നിയമസഹായവുമായിട്ട് മുൻപിൽ നിന്നത്. കോൺഗ്രസ് ആണ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് തെരുവിൽ നിറഞ്ഞു നിന്ന് സമരം ചെയ്തത്. BJP നിന്നോ? BJPക്ക് കോൺഗ്രസിനാണ് ഭയമെങ്കിൽ BJP അരവിന്ദ് കെജ്രിവാളിനെ പിന്തുണച്ചോ? ഇല്ലല്ലോ. അപ്പോൾ നിങ്ങൾ അങ്ങനെ അഭിപ്രായം പറയില്ലേ. ഞാൻ ഇനി പറയട്ടെ, നമ്മൾക്ക്
ഏതാ ഏതാ ശ്രീ ശങ്കുട്ടിദാസ് കെജ്രിവാളിനെതിരെ കേസ് കൊടുത്തു തരാം. കേട്ടില്ല മാഷെ. അല്ല ഞാൻ പറയട്ടെ, അരവിന്ദ് കെജ്രിവാളിനെതിരെ കേസ് കൊടുത്ത ഡൽഹി PCC പ്രസിഡന്റ് ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും കമ്മീഷണർക്ക് പരാതി കൊടുത്ത് അരവിന്ദ് കെജ്രിവാൾ അല്ല പൂർത്തിയാക്കട്ടെ. മനസ്സിലായി. അരവിന്ദ് കെജ്രിവാളിനെതിരെ അല്ല പരാതി. അല്ല ഞാൻ പൂർത്തിയാക്കട്ടെ. നിങ്ങളുടെ ചോദ്യം എനിക്ക് മനസ്സിലായി. അല്ല ഞങ്ങൾ പരാതി കൊടുക്കും. ഈ രാജ്യത്ത് എവിടെ അഴിമതി ആരോപണം, അഴിമതിയുടെ സാധ്യത, അഴിമതി ഉണ്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ ഞങ്ങൾ പരാതി കൊടുക്കും. അന്വേഷിക്കണം. ആ പരാതി 2 വർഷക്കാലം നിങ്ങൾ അടയിരുന്നിട്ട് ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം തിടുക്കപ്പെട്ട് അറസ്റ്റ് ചെയ്യുന്ന ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ SBI സുപ്രീം കോടതിയിൽ ഹാജരാക്കുന്ന ദിവസം ആ ചർച്ചയിൽ നിന്ന് മുഴുവൻ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ അതിലെ രാഷ്ട്രീയ ലാക്കിനും ഞങ്ങൾ ചോദ്യം ചെയ്യും, സമരം ചെയ്യും. കോൺഗ്രസിനെതിരെ നിരവധി വട്ടം സംസാരിച്ചിട്ടുള്ള ആളാണ് അരവിന്ദ് കെജ്രിവാൾ. എന്നാലും ആ മനുഷ്യന്റെ മിനിമം പൗരാവകാശത്തെ, ആ മനുഷ്യൻ ഈ രാജ്യത്തെ ഭരണഘടന ഉറപ്പ് നൽകുന്ന പൗരാവകാശത്തെ, മൗലിക അവകാശത്തെ സംരക്ഷിച്ച് നിർത്താൻ വേണ്ടിയിട്ട് കോൺഗ്രസ് അദ്ദേഹത്തോടൊപ്പം തന്നെ നിൽക്കും. ഇവിടെ അരവിന്ദ് കെജ്രിവാളിനെതിരെ അല്ല ഞങ്ങളുടെ പരാതി. ഡൽഹി മദ്യനയത്തിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ള ആക്ഷേപം ഉയർന്നപ്പോൾ അത് അന്വേഷിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടും. നാളെ കേരളത്തിലായാലും ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തായാലും കോൺഗ്രസ് അത് ആവശ്യപ്പെടും. BJP അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? BJP ഭരിക്കുന്ന ഏതെങ്കിലും സ്റ്റേറ്റിൽ അത്തരത്തിലൊരു അഭിപ്രായം ഉണ്ടായിട്ടുണ്ടോ? വ്യാപം അഴിമതി നടന്നിട്ടുണ്ടല്ലോ, അങ്ങനെ നിരവധി കേസുകൾ നടന്നിട്ടുണ്ടല്ലോ. BJP ഒരിക്കലെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ? അപ്പോൾ അതല്ല നമ്മുടെ തർക്ക വിഷയം. ഇനി പ്രകാശ് മാഷോട് ഒരു മറുപടി പറയാനുണ്ട്. നമ്മൾ ഈ ചർച്ച അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റും അതിനുശേഷം കിട്ടിയ ജാമ്യവും ഇന്ത്യ മുന്നണിയും നരേന്ദ്രമോദിയുടെ സംസാരവും അത്തരം കാര്യങ്ങളാണ്. ഞാൻ ഒരിക്കൽ പോലും ഇതിനു മുമ്പത്തെ എൻ്റെ ഒരു ടൈമിൽ പോലും CPM-നെയോ അല്ലെങ്കിൽ താങ്കളെയോ ഒരിക്കൽ പോലും മോശമായിട്ട് പറഞ്ഞിട്ടില്ല. കാരണം കൃത്യമായിട്ട് എനിക്ക് ബോധ്യമുണ്ട് ഈ ചർച്ച എന്താണ് എന്നുള്ളതുകൊണ്ട്. പക്ഷെ അപ്പോൾ പോലും ഇടയ്ക്ക് വന്ന് താങ്കൾ ഒന്ന് കുത്തിയിട്ട് പോയതുകൊണ്ട് ഞാൻ ഒരു മറുപടി പറയാൻ ആഗ്രഹിക്കുക. ഇന്ത്യ സഖ്യത്തിന് ആത്മവിശ്വാസം നൽകിയ നേതാവിന്റെ പേര് രാഹുൽ ഗാന്ധി എന്ന് തന്നെയാണ്. ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ വിട്ടുവീഴ്ച ചെയ്ത പാർട്ടിയുടെ പേര് കോൺഗ്രസ് എന്ന് തന്നെയാണ്. CPM എവിടെയെങ്കിലും വിട്ടുവീഴ്ച ചെയ്തോ? ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റ് പോലും നിങ്ങൾക്ക് നൽകിയില്ലേ? ഞങ്ങൾക്ക് ശക്തിയുള്ള സ്ഥലത്ത് പോലും നിങ്ങളെ ഞങ്ങൾ പിന്തുണച്ചില്ലേ? CPM എവിടെയെങ്കിലും കോൺഗ്രസിന് വിട്ടു തന്നിട്ടുണ്ടോ? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഞങ്ങൾ 2ാം സ്ഥാനത്തെത്തിയ മുർഷിദാബാദ് സീറ്റിൽ ഇന്ന് CPM മത്സരിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്തത് നിങ്ങളെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഈ രാജ്യത്ത് പ്രതിപക്ഷ ചേരിയും പ്രതിപക്ഷ അഭിപ്രായങ്ങളും ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്. പിന്നെ ഈ കോൺഗ്രസ് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തി കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ പറഞ്ഞ കുറച്ച് സ്റ്റേറ്റുകളിലുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിലും സാന്നിധ്യമുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. നരേന്ദ്രമോദിക്ക് അരവിന്ദ് കെജ്രിവാളിനെതിരെ നീങ്ങാനുള്ള വഴി വെട്ടിയത് കോൺഗ്രസ് ആണെന്നാണ്. അങ്ങ് ആ പറയുന്ന പത്രസമ്മേളനവും സമരങ്ങളും ഒന്നും മറന്നും കാണില്ലല്ലോ. അല്ല തീർച്ചയായിട്ടും മാധു, അങ്ങനെയാണെങ്കിൽ പിണറായി വിജയനെതിരെ നീങ്ങാനായിട്ട് നരേന്ദ്രമോദിക്ക് ഞങ്ങൾ വഴിവെട്ടി കൊടുത്തിട്ടുണ്ടല്ലോ. ഇവിടെ കേരളത്തിൽ നിരവധി പരാതികളുണ്ടല്ലോ. സ്വർണ്ണക്കടത്ത്, ലൈഫ് മിഷൻ, അല്ലെങ്കിൽ ലാവ്ലിൻ കേസ്, അല്ലെങ്കിൽ എക്സാലോജിക് സൊല്യൂഷൻസ്, കരുവന്നൂർ കേസ്, ഇങ്ങനെ നിരവധി വഴികൾ വെട്ടിക്കിട്ടിട്ടുണ്ടല്ലോ നരേന്ദ്രമോദിക്ക്. എന്തേ ആ ഒരു വഴിയിലൂടെയും ഇടവഴിയിലൂടെ പോലും നരേന്ദ്രമോദി സഞ്ചരിച്ച് പിണറായി വിജയനിലേക്കും അദ്ദേഹത്തിന്റെ മകളിലേക്കും പാർട്ടിയിലേക്കും എത്താത്തത്? അപ്പൊ ആ വഴികളൊന്നും സഞ്ചരിക്കുന്നത് നരേന്ദ്രമോദി തീരുമാനിച്ചത് എന്തുകൊണ്ടാണ് എന്ന് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാലോ. അങ്ങനെ അരവിന്ദ് കെജ്രിവാളിന് തുല്യമായി ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാക്കൾക്ക് ഒക്കെ നേരെ പ്രധാനമന്ത്രിക്കും BJPക്കും വഴിവെട്ടിക്കൊടുക്കുന്ന കോൺഗ്രസ് ആണെന്ന് അങ്ങ് അംഗീകരിക്കുകയാണോ? അല്ല ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. കോൺഗ്രസ് വഴിവെട്ടി കൊടുത്തൊന്നല്ല പറഞ്ഞത്. നരേന്ദ്രമോദിയുടെ മുമ്പിലേക്ക് നിരവധി വഴികൾ വെട്ടിക്കിട്ടിട്ടുണ്ടല്ലോ പിണറായി വിജയനെതിരെ. എന്നിട്ട് എന്തേ ആ വഴിയിലൂടെ ഒന്നും നടന്ന് പിണറായി വിജയനിലേക്ക് എത്താത്തത്? അതുകൊണ്ട് നരേന്ദ്രമോദിക്ക് കൃത്യമായിട്ട് അറിയാം ഏതൊക്കെ പ്രതിപക്ഷ നേതാക്കന്മാരെയാണ് സംരക്ഷിക്കേണ്ടതെന്നും ഏതൊക്കെ പ്രതിപക്ഷ നേതാക്കന്മാരെയാണ് വേട്ടയാടേണ്ടതെന്നും കൃത്യമായിട്ടുള്ള തിരിച്ചറിവ് നരേന്ദ്രമോദിക്കുണ്ട്. അതുകൊണ്ടാണ് 19 ദിവസത്തെ വിശ്രമ ജീവിതത്തിന് വേണ്ടിയിട്ട് ഇന്തോനേഷ്യ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് സന്ദർശിക്കാൻ ഈ രാജ്യത്ത് ഒരു പ്രധാന തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പിണറായി വിജയനും കുടുംബത്തിനും സകുടുംബം യാത്ര ചെയ്യാൻ പറ്റുന്നതും അരവിന്ദ് കെജ്രിവാളിനെ പോലുള്ള ആളുകൾക്ക്, ഹേമന്ത് സോറനെ പോലുള്ള ആളുകൾക്ക് ജയിലഴികൾക്കുള്ളിൽ കിടക്കേണ്ടി വരുന്നതും അതുകൊണ്ട് തന്നെയാണ്. കൃത്യമായിട്ട് നരേന്ദ്രമോദിക്ക് അറിയാം അദ്ദേഹം ആരെയാണ് പ്രൊട്ടക്ട് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് അറിയാം. പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, ചർച്ച നേരെ മുന്നോട്ട് പോകാനുള്ള ഒരു ഉപാധി എന്ന് പറയുന്നത്. ഞാൻ ഇടവേള എടുത്ത് പെട്ടെന്ന് വരാം. ശ്രീ പ്രകാശ് മാസ്റ്റർ, നമ്മൾ തുടക്കത്തിൽ ശ്രീ അരവിന്ദ് കെജ്രിവാളിന്റെ വാക്കുകൾ കേട്ടു. അദ്ദേഹം പുറത്തു വരുമ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷ ചേരി വിചാരിക്കുക ഒരു രാഷ്ട്രീയ പ്രചാരണത്തിന് തുടക്കം കുറിക്കുന്ന ഒരു വലിയ പ്രസംഗം ഒക്കെയാണ്. അദ്ദേഹം ഹനുമാൻ സ്വാമിക്ക് നന്ദി പറയുക മാത്രമാണ് ആ പ്രസംഗത്തിൽ ചെയ്യുന്നത്. വരും ദിവസങ്ങളിൽ ദില്ലിയിലും പഞ്ചാബിലും ഗുജറാത്തിലുമൊക്കെ രാഷ്ട്രീയമായി കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിക്കുന്ന കേജ്രിവാളിനെ കാണുമോ? അതോ പലപ്പോഴും പ്രതിപക്ഷത്തെ പല രാഷ്ട്രീയ പാർട്ടികൾ ആരോപിച്ചിട്ടുള്ളതുപോലെ
ഇത്തരത്തിൽ ഒരു മൃദു ഹിന്ദുത്വ നിലപാടെടുക്കുന്ന കേജ്രിവാളിനെ കാണുമോ? അല്ല, അത് ആ നിലപാട് തീരുമാനിക്കേണ്ടത് AAP ആണ്. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇവിടെ സ്ഥിരമായി ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിച്ചിട്ടുള്ളൊരു ആക്ഷേപം, അത് കേരളത്തിലെ KPCCക്ക് ബാധകമല്ല. ഇവിടെ പ്രസിഡന്റിന് നിവേദനം കൊടുത്തു. ആ നിവേദനം കൊടുക്കുന്നതിൽ മുൻപന്തിയിലുണ്ടായിട്ടുള്ള ആൾ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയാണ്. അദ്ദേഹം ആ നിവേദനത്തിൽ പറഞ്ഞ് 97% കേസുകൾ EDയും CBIയും ഞങ്ങളെ വേട്ടയാടാൻ, പ്രതിപക്ഷത്തെ വേട്ടയാടാൻ എടുക്കുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഇലക്ഷൻ കമ്മീഷൻ സമീപിച്ചു ഇന്ത്യ സഖ്യം. ആ നിവേദനത്തിലും ഇക്കാര്യം ആവർത്തിച്ചു. പക്ഷേ ഇത് കോൺഗ്രസിന്, കേരളത്തിലെ കോൺഗ്രസിന് ബാധകമല്ല. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ സജിക്ക് ഈ പറയുന്ന പോലെ കോൺഗ്രസിൻ്റെ ആളുകൾക്ക് എതിർപ്പുണ്ടാകുന്നതിൻ്റെ കാര്യം എന്താ? അവരുടെ ഇരട്ടത്താപ്പുകൾ വ്യക്തമാകുമ്പോഴാണ്. ഞാൻ പറയാൻ ശ്രമിച്ച കാര്യം എന്താ? കേജ്രിവാളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ 100% ആഹ്ലാദിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു അവസ്ഥയിലല്ല കോൺഗ്രസ്. കാരണം അവർ ഉന്നയിച്ചതാണ് ഈ വിഷയം. ഇതിപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇലക്ട്രൽ ബോർഡിനെ സംബന്ധിച്ച് പറയാൻ വേണ്ടി കഴിയുമോ? BJP കഴിഞ്ഞാൽ ഏറ്റവും ഏറെ പണം കൈപ്പറ്റിയിരിക്കുന്ന, കൈക്കൂലി പണം കൈപ്പറ്റിയിരിക്കുന്ന പാർട്ടി കോൺഗ്രസ് ആണ്. അവർക്കത് പറയാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ ഇരട്ടത്താപ്പ് കോൺഗ്രസ് കാണിക്കുന്നു എന്നുള്ള കാര്യം വ്യക്തമാകുമ്പോൾ പറയുന്നവരോട് കടിച്ചു കയറിയിട്ട് കാര്യമില്ല. ഞങ്ങൾ പറഞ്ഞൊരു കാര്യം ഇത്രയാണ്. ഞങ്ങൾ പറഞ്ഞൊരു കണക്കുകളെല്ലാം രേഖയിലുണ്ട്, ഇവിടെ ഉണ്ടല്ലോ, പബ്ലിക് ഡൊമൈനിലുണ്ടല്ലോ. നിങ്ങൾ സംസാരിക്കുമ്പോൾ അവർക്ക് 7,400 നിങ്ങൾക്ക് 1,700 കോടികൾ ഞങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. അത് അഴിമതി പണമാണെന്ന് മുൻകൂട്ടി മനസ്സിലാക്കാനുള്ള ധാർമ്മികമായിട്ട് വിവരം കോൺഗ്രസിന് ഇല്ലേ? ആവശ്യമില്ലല്ലോ. ശരി, അതിൽ തർക്കത്തിലേക്ക് പോകേണ്ടതില്ല. ഇനി അതിലൊരു തർക്കത്തിലേക്ക് പോകേണ്ടതില്ല. ആ വിഷയം ഇലക്ട്രൽ ബോർഡിന്റെ കാര്യത്തിൽ സമയത്ത് നമ്മൾ വലിയ തോതിൽ ചർച്ച ചെയ്തതാണ്. മാത്രമല്ല അന്നത് നിയമവിരുദ്ധമല്ലതേ, രാജ്യത്ത് അന്നത് നിയമവിരുദ്ധമല്ല. അത് നിയമവിരുദ്ധമാകുന്നത് അത് ഉപയോഗിച്ചുള്ള ഭീഷണികളുണ്ട് എന്ന ആരോപണത്തിൽ കോടതി, ഭരണഘടനാ ബെഞ്ച് അത് നിയമവിരുദ്ധമാണെന്ന് വിധിക്കുമ്പോൾ മാത്രമാണ്. ശരി, അതിനു മുമ്പുള്ള നിലപാട്, അതിന്റെ മുമ്പുള്ള നിലപാടിന്റെ കാര്യത്തിൽ CPM-ന് അഭിമാനിക്കാം. അത് പക്ഷേ ഇലക്ട്രൽ ബോണ്ടിനെതിരെ ഇപ്പോഴും കോൺഗ്രസ് നിലപാട് പറയുന്നില്ല. അത് ഉപയോഗിച്ച രീതിയെ പറ്റിയാണ് കോൺഗ്രസ് ഇപ്പോൾ വിമർശനം ഉന്നയിക്കുന്നത്. കഴിഞ്ഞ സമയത്തൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. ശരി, വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും. എന്തായാലും അരവിന്ദ് കെജ്രിവാൾ 50 ദിവസത്തെ ജയിൽവാസത്തിനു ശേഷം പുറത്തു വന്നിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിൽ സജീവമാകാൻ കോടതി ഇളവ് നൽകിയാണ് അദ്ദേഹത്തിന് ജാമ്യം നൽകിയത്. വരും ദിവസങ്ങളിൽ ആ രാഷ്ട്രീയം എങ്ങനെ മുന്നോട്ട് പോകും എന്നത് കണ്ടറിയാം. വളരെയധികം നന്ദി.